ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് അടുത്ത സെമസ്റ്ററിലെ തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ആദ്യമേ ഫ്രാങ്ക്ലിൻസ് ലെക്ചർ സ്റ്റാർട്ട് ചെയ്ത സമയം തന്നെ നിങ്ങൾക്ക് അക്കാഡമിക്കലി അതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് തരാം എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റാണ്, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. സോ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ആരെ കൊണ്ടുവരണം എന്നെന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ആലോചിച്ച സമയത്ത് ഒരു ഉത്തരം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് വേറെ ആരുമല്ല, നമ്മുടെ IIT ബോംബെയിൽ നിന്നും എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ പാസ് ഔട്ടായി. അത് കഴിഞ്ഞ് A&M ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ PhD ചെയ്ത ഡോക്ടർ അരുൺ സുരേന്ദ്രൻ സർ ഇപ്പോൾ ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രിൻസിപ്പൽ ആൻഡ് സ്ട്രാറ്റജിക് ഡയറക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനും ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ച സമയത്ത് വേറെ ഒരു പേര് എന്റെ മനസ്സിൽ വന്നില്ല. സോ അപ്പോൾ ആദ്യം തന്നെ സാറിനെ വെൽക്കം ചെയ്യുന്നു. നമസ്കാരം. അപ്പൊ എങ്ങനെ പോകുന്നു സാർ? വളരെ നന്നായിട്ട് പോകുന്നു. അഡ്മിഷൻ ടൈമാണ്. അപ്പോൾ കുട്ടികൾ വരുന്നു, ഒരു ഫ്രഷ് ബാച്ചിനെ പരിചയപ്പെടാൻ പറ്റുന്ന ഒരു സന്തോഷമുണ്ട്. അതേപോലെ ഇങ്ങനെ അലൂമിനി തിരിച്ചു വരുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പൊ ഞാൻ നേരത്തെ സാറിനെ കുറിച്ച് പറയായിരുന്നല്ലോ, സാറിനെ പൊക്കി കൊണ്ടുവന്നപ്പോൾ സാറിന് ചിരി ഉണ്ടായിരുന്നു. എന്താ സാർ അതെങ്ങനെ ചിരിച്ചത്? അത് നമ്മൾ ഒരു പരിധി വരെ ലക്കാണല്ലോ. നമ്മളെവിടെ ജനിക്കുന്നു, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എങ്ങനെയുള്ള സ്കൂളിംഗ് കിട്ടുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എക്സ്ട്രീംലി ലക്കി പേഴ്സണാണ്. ട്രിവാൻഡ്രത്ത് ജനിച്ചു. എൻ്റെ അച്ഛനും അമ്മയും ബാങ്ക് ഓഫീസേഴ്സ് ആയിരുന്നു. ഞാൻ ആദ്യം ചിന്മയ വിദ്യാലയയിലും പിന്നെ സെൻറ്റ് തോമസ് സ്കൂളിലും പഠിച്ചു. അപ്പോൾ സെൻറ്റ് തോമസിൽ ഓൾറെഡി ദർ വാസ് എ കൾച്ചർ ദാറ്റ് എഞ്ചിനീയറിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ IIT-യിൽ പോകണം. അതുപോലെ ഞാൻ താമസിച്ചിരുന്ന നെയ്ബർഹുഡിലും IIT അസ്പയറൻസും പീപ്പിൾ ഹവ് ഗോൺ ടു ദ IITs. അപ്പോൾ എന്തോ ഇങ്ങനൊരു സാധനം ഉണ്ട്, ഇന്ത്യയിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ അവിടെ പോകണം, അങ്ങനെയുള്ളൊരാഗ്രഹം. അതിലും പല IITs. അപ്പോൾ ബോംബെ തന്നെയായിരുന്നു. എൻ്റെ സ്കൂളിലെ 2 സീനിയേഴ്സ് അവിടെ പോയി അവരുടെ കഥകളും എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് യു അസ്പയർണോ മറ്റേ മങ്കി സി മങ്കി ഡു ആണല്ലോ. അങ്ങനെ ടേൺസ് ഔട്ട് ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ഇൻ ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ. അപ്പോൾ അത് ഇത്രയും ഫാക്ടേഴ്സ് കൊണ്ടാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ലോ ഒരിക്കലും എത്തുന്നത്. അതൊരു സമൂഹത്തിൻ്റെയും ഒരുപാട് പേരുടെയും പ്രയത്നത്തിൻ്റെ, എല്ലാ ടീച്ചർമാരും എല്ലാ ഫ്രണ്ട്സും പിയർ ഗ്രൂപ്പും എല്ലാം ഉണ്ട്. അങ്ങനെയാണ് അവിടെ പോയി. അതിനുശേഷം അവിടെ നിന്ന് അന്നത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഇപ്പോൾ ഒരുപാട് IITians ആർ സ്റ്റേയിങ് ബാക്ക് ഇൻ ഇന്ത്യ. പക്ഷേ അന്ന് IIT വാസ് ലുക്ക്ഡ് അറ്റ് ആസ് എ പാസ്പോർട്ട് ടു ഗോ അബ്രോഡ്. അപ്പോൾ അതിൽ അഗൈൻ ഐ വാസ് വെരി ലക്കി ടു ലാൻഡ് ഇൻ എ പ്ലേസ് ലൈക്ക് ടെക്സസ്. അതിൻ്റെ ഒരു പ്രത്യേക കൾച്ചറും, ഇറ്റ് ഈസ് സ്റ്റിൽ ദ ലോൺ സ്റ്റാർ സ്റ്റേറ്റ് ഇൻ US. ഒരു ഡിഫറെൻറ്റ് കൾച്ചറാണ് കമ്പയർഡ് ടു ദ റെസ്റ്റ് ഓഫ് ദി US. അവിടുത്തെ ഇത്രയും വളരെ പഴക്കം ചെന്ന ടെക്സസ് A&M യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റി. ഇറ്റ്സ് എ മിലിറ്ററി സ്കൂൾ ഓൾസോ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഇതെല്ലാം ദൈവാധീനം എന്ന് പറയുന്ന പോലെ നമ്മൾ കുറേ ചാൻസസ് കെയിം ടുഗെദർ ടു പ്രൊവൈഡ്. അല്ലാതെ ഇപ്പോൾ അരുൺ സുരേന്ദ്രൻ അവിടെ പഠിച്ചു ഇവിടെ പഠിച്ചു എന്നിട്ട് ട്രിനിറ്റി കോളേജിൽ പ്രിൻസിപ്പളാണെന്ന് പറയുന്നത് അല്ല. ഇതുപോലെ തന്നെയാണ് ട്രിനിറ്റിയും. ആസ് യു നോ, ഇറ്റ്സ് എ ഗോർജിയസ് പ്ലേസ്. നമുക്കിങ്ങനെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സ്പേസിൽ വന്നിരിക്കാൻ പറ്റുന്നു. എല്ലാ കൊല്ലവും ഫ്രഷ് ബാച്ചസിനെ പരിചയപ്പെടാൻ പറ്റുന്നു. പിന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ടും യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ടും എല്ലാ കുട്ടികളെയും ഇഫക്റ്റീവ്ലി ഇപ്പോൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് വഴി ഞാൻ കണ്ടായിരുന്നു 80,000 ഒക്കെയാണ് നിങ്ങളുടെ ലൈവൊക്കെ കാണുന്നത്. അപ്പോൾ ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ us ടു മീറ്റ് ഓൾ ദി സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. സർ, പിന്നെ നമുക്കറിയാം ഒരുപാട് ഗ്ലോറിയസ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. ദെൻ സർ എന്തുകൊണ്ട് എയറോസ്പേസ് ചൂസ് ചെയ്തു? അയ്യോ, അതന്ന് ഒരു ഗ്ലാമർ നോക്കിപ്പോയതാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ലിസ്റ്റിൽ എപ്പോഴും ആദ്യം വെച്ച് എയറോസ്പേസ് വരും. രണ്ടാമത് എയറോസ്പേസ് എന്ന് പറയുന്നതിന് ഇപ്പം US-ലാണെങ്കിൽ തന്നെ ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ബ്രെയിനി പീപ്പിൾ ആർ സപ്പോസ് ടു ബി ഈതർ റോക്കറ്റ് സയൻറ്റിസ്റ്റ്, എയറോസ്പേസ് എഞ്ചിനീയേഴ്സ് ഓർ ബ്രെയിൻ സർജൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡാണ് എന്ന് പറഞ്ഞ് അത് പഠിക്കണം തോന്നി. ബിക്കോസ് IIT-യിൽ തന്നെയും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് റാങ്ക്ഡ് വെരി ഹൈലി ഇൻ ടേംസ് ഓഫ്. ബട്ട് ഒരു ബിഗ് അഡ്വാൻറ്റേജ് വാസ് വൺസ് യു കം ഇൻ ടു എയറോസ്പേസ്, എല്ലാ എഞ്ചിനീയറിങ്ങിൻ്റെയും ഫണ്ടമെൻ്റൽസ് നിങ്ങൾ പഠിക്കും. ബിക്കോസ് യു നീഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ സിവിലിൽ നിന്ന് പഠിക്കുന്ന പോലത്തെ സാധനങ്ങൾ. മെക്കാനിക്കലി നിങ്ങൾ പ്രൊപ്പൽഷനും ഫ്ലൂയിഡ്സും ഒക്കെ പഠിക്കുന്നു. കെമിക്കൽ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഫ്യൂവൽ സ്ട്രക്ചറിലോട്ട് പോകാം. ഇതേപോലെ ഇലക്ട്രോണിക്സ്, കൺട്രോൾ ആൻഡ് ഗൈഡൻസ് സിസ്റ്റംസിൻ്റെ ഇലക്ട്രോണിക്സ് വരുന്നു, മെക്കട്രോണിക്സ് വരുന്നു. അപ്പോൾ ദാറ്റ് ഗേവ് മീ എ വെരി നൈസ് എക്സ്പോഷർ ടു ഓൾ ദ ബ്രാഞ്ചസ്. അറ്റ്ലീസ്റ്റ് BTech ലെവലിൽ എല്ലാവരും പഠിക്കുന്ന സാധനങ്ങൾ ആ ടേംസ് കേൾക്കുമ്പോൾ നമ്മൾ വറീഡ് ആവാതിരിക്കും. അതാണ് റീസൺ. അല്ലാതെ ദർ വാസ് നത്തിങ് ലൈക്ക് ഐ വാണ്ടഡ് ടു ബി എ പൈലറ്റ് ഓർ എയറോസ്പേസ് എഞ്ചിനീയർ. അന്നത്തെ ബ്രാഞ്ച് സെലക്ഷൻ അങ്ങനെ റാൻഡംലി നടന്നതാണ്. ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ വെരി ഗ്രേറ്റ് ചോയ്സ്. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, അതുപോലെ പാരന്റ്സിന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു ഉത്തരവ് പറയുന്നത്, അതിപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സ്കോപ്പ് ഉണ്ടോ,
കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സ്കോപ്പ് ഉണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് സ്കോപ്പ് അല്ല, എല്ലാ എഞ്ചിനീയറിംഗ് അതെ ഗ്രാജുവേറ്റ്സും സൊസൈറ്റിക്ക് ആവശ്യമാണ്. അതെ പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇപ്പൊ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് പറയാം, ChatGPT ഇറങ്ങി, അതിനുശേഷം എല്ലാവരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പൊ മെക്കാനിക്കൽ ആർക്ക് വേണ്ട, ഇലക്ട്രോണിക്സ് ആർക്ക് വേണ്ട. പക്ഷെ ഈ കമ്പ്യൂട്ടർ ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന്റെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് ഒരു മെസ്സേജ് വന്നപ്പോ ഒരു പാരന്റ് ആണ് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കരുതെന്ന്. പക്ഷെ കുട്ടിക്ക് ഹാർഡ്ലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേണം. കുട്ടി ചോദിക്കുന്ന സമയത്ത് പാരന്റ്സ് പറയുന്നു അത് ഫുൾ കോംപ്ലക്സ് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ മാത്തമാറ്റിക്സ് ഇല്ലാത്ത എഞ്ചിനീയറിംഗ് ബാച്ച് ഏതാന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തുകൊണ്ട് സാർ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് സ്റ്റുഡൻസിന് പാരന്റ്സ് മൈൻഡ്സിൽ അങ്ങനെ ഒരു ഡിഫറൻസ് വരാൻ കാരണം? അല്ല, നമ്മൾ കേരളത്തിൽ പൊതുവേ നമുക്കറിയാവുന്ന ഈ പിറ്റ്ഫോൾസ് എപ്പോഴും ഉണ്ടല്ലോ. നമ്മൾ ആട്, തേക്ക്, മാഞ്ചിയം, ഈ നാഗമാണിക്യം, അരോവാന ഫിഷ്, നമ്മളിങ്ങനെ ഓരോ സാധനത്തിൻ്റെ പുറകെ ഓടും, ഒരു ട്രെൻഡ് ഇത്. അപ്പോൾ വി കൈൻഡ് ഓഫ് അസ്യൂം ചില സാധനങ്ങളിൽ കയറിപ്പറ്റിയാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ലൈഫ് സെറ്റായി. അത് തോന്നുന്നു മലയാളത്തിലല്ല, മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരുടെ മുഴുവനും ഒരാഗ്രഹമാണ് ഈ സെറ്റാവുക എന്ന് പറയുന്നത്. ആസ് ഇഫ് അത് എത്ര ഏർലി ഇൻ ലൈഫ് ചെയ്യാമോ അത്രയും നല്ലത്. അപ്പോൾ ഈ സ്കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ബ്രാഞ്ച് എടുത്താൽ പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇറങ്ങുമ്പോൾ ജോലി കിട്ടും. ഇത് ഹൈപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം മറ്റേ സ്റ്റഡി അബ്രോഡ് ഹൈപ്പായി വരുന്ന പോലെ വെൻ യു ഹാവ് ഏജൻസീസ്, അല്ലെങ്കിൽ ഒരുപാട് ഇതിൽ പിന്നെ ബ്രാഞ്ചസ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന കോളേജസ് ഉണ്ടായിരിക്കും, അവിടെ സീറ്റുകൾ കാണും. അപ്പോൾ അവർ അതിൻ്റെ ഫീസ് ഹൈക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡിമാൻഡ് സൃഷ്ടിക്കാൻ പറ്റും. ChatGPT വന്നിട്ട് ഇപ്പോൾ 18 മാസം 2 വർഷം ആകുന്നതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് നമ്മൾ അതിൻ്റെ ഭയങ്കരമായ എൻജിനീയറിംഗ് സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, ബിക്കോസ് ഇറ്റ്സ് എ ഫെമിലിയർ ടേം. But see, who will have a proper PhD or grounding or masters to come and teach in a college in Kerala? അതാരും ചോദിക്കുന്നില്ല. അപ്പോൾ പൊതുവേ മറ്റേ പ്രേമത്തിൽ നമ്മൾ കണ്ട പോലെ ജാവ സിമ്പിളാണ്, പവർഫുൾ ആണെന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തും. ബിക്കോസ് യു കാൺട്ട് ഹാവ് ഇൻട്രസ്റ്റ് ഇൻട്രാക്ഷൻ. അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ നമുക്ക് വളരെ ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കിട്ടുകയുള്ളൂ, ഹു ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ദി സബ്ജക്റ്റ്. അറ്റ് ദ സെയിം ടൈം നാട്ടിലെ ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് ഓൾ പേരൻസ് വാണ്ട് ദ ബെസ്റ്റ് ഫോർ ദെയർ കിഡ്സ്, ദേ വാണ്ട് ദെയർ കിഡ്സ് ടു ഹാവ് ലീസ്റ്റ് എഫേർട്ട്. ഒരിക്കലും അവനും അവളും ജോലിക്ക് വേണ്ടി തപ്പരുത്. അപ്പോൾ അവർ പഠിച്ചിറങ്ങിയ ഉടനെ പ്ലേസ്ഡ് ആവുന്ന ബ്രാഞ്ച് ഏതാണ്. അപ്പോൾ ഇതിൽ ഈ 4 years ലേറ്റർ എന്ത് പറ്റുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഓൺലി തിങ് ദറ്റ് യു ക്യാൻ ഷുവർലി സേ ഈസ്, നിങ്ങൾ പഠിക്കുന്ന ഫീൽഡ് നിങ്ങൾ മികച്ച രീതിയിൽ പഠിച്ച് ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ നോളജും ഇൻറ്റേൺഷിപ്പും ഒക്കെ ചെയ്ത് ഇൻഡസ്ട്രി കണക്ട് ഒക്കെ ഉണ്ടല്ലോ, ആൻഡ് ഇഫ് യു വാണ്ട് എ ജോബ് ദെൻ യു വിൽ ഓട്ടോമാറ്റിക്കലി ബി സീൻ. നമ്മുടെയൊക്കെ ജനറേഷൻ്റെ സമയത്ത് വി ഹാഡ് ടു ഗോ ത്രൂ ഡിഫറെൻറ്റ് പ്രോസസ്സ് ടു ബി സീൻ. ഇന്ന് അങ്ങനെ അല്ലല്ലോ. ഒരു ബിടെക് സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് ഇയറിൽ തന്നെ ലിങ്ക്ഡിൻ പേജ് ഉണ്ടാക്കാം. ദേ ക്യാൻ ഷോക്കേസ് ഓൾ ദെയർ പ്രോജക്ട്സ്. ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് യു ക്യാൻ ഷോക്കേസ് ദിസ് ഇസ് വാട്ട് ഐ ഹവ് ഡൺ. യു ക്യാൻ കണക്ട് വിത്ത് ദ ബെസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്. നിങ്ങളുടെ ഇതേ പ്രായക്കാർ സിംഗപ്പൂർ പഠിക്കുന്നവരും കൊറിയയിൽ പഠിക്കുന്നവരും അമേരിക്കയിൽ പഠിക്കുന്നവരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഐ തിങ്ക് ദ കമ്പനീസ് വിൽ കം ലുക്കിംഗ് ഫോർ യു. ഇതാണ് വലിയ സ്ട്രേഞ്ച് ഹെവി പേ പാക്കേജസ് ഒക്കെ നമ്മൾ കേൾക്കുന്നത്. ബിക്കോസ് ദ കമ്പനി കെയിം ലുക്കിംഗ് ഫോർ ദാറ്റ് പേഴ്സൺ, ദേ സോ ഹി വാസ് സോ സ്കിൽ, ഷി വാസ് സോ സ്കിൽ, ദേ ടുക്ക്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് ഫോർ യു ടു ഷോക്കേസ്. ഇപ്പോഴത്തെ എൻ്റെ നോട്ടത്തിൽ ഇഫ് ഇറ്റ് ഈസ് എ ലെസ് ഡിമാൻഡിങ് ബ്രാഞ്ച് ദെൻ യു ഹാവ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ടു ഷൈൻ. ഈ 3500 പേര് പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിനകത്ത് ഷൈൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 17 പേര് പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് ഷൈൻ ചെയ്യാൻ. അപ്പോൾ അത് ആ ഒരു കാര്യം പേരൻസിന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നവർ മെജോറിറ്റി ഇങ്ങനെ ഒരു, പക്ഷേ യുനോ പീപ്പിൾ ഹു ഹാവ് കം വൺസ് ദേ റിക്കഗ്നൈസ്, ഇതാണല്ലോ 4 വർഷം കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞില്ല, ദെൻ ദേ കീപ് ചേഞ്ചിങ് ദർ ഡിസിഷൻ. ദേ വോണ്ട് ടു ഗോ ഡീപ്പർ ഇൻ ടു. ഓരോ ബ്രാഞ്ചിനും സ്കോപ്പുണ്ട്. സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈസി ജോബ് കിട്ടാനുള്ള പരിപാടിയായിരിക്കും. അത് ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് ഇൻ ടുഡേയ്സ് വേൾഡ്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്കാണ് ഇനിയുള്ള ലോകം. കഷ്ടപ്പെട്ട് ചെയ്യാൻ, അതായത് എനിക്കിഷ്ടമില്ലാത്ത ബ്രാഞ്ച് എടുത്തു, അല്ലെങ്കിൽ സ്കോപ്പ് ഉണ്ടെന്ന് കരുതി ഞാനൊരു ബ്രാഞ്ച് എടുത്തു, ഹൗ വിൽ യു ബി വർക്കിംഗ്? ഈ രാവിലെ 8:30 എത്തണമെന്ന് പറഞ്ഞാൽ തന്നെ കരഞ്ഞ് പിടിച്ചെത്തും, പിന്നെ വൈകിട്ട് എങ്ങനെയെങ്കിലും ഓടി വീട്ടിൽ പോയാൽ മതി എന്നുള്ള. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുവർ കരിയർ വോണ്ട് പ്രോഗ്രസ്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത് അധ്വാനമായിട്ട് തോന്നുകയില്ലല്ലോ. യു ആർ എനർജൈസ്ഡ്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ യു ആർ സോ ഇൻവോൾവ് ബിക്കോസ് ഇറ്റ്സ് യുവർ ഓൺ ബേബി. അപ്പോൾ എനിക്കും രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാനും ഭയങ്കര യു ആർ എനർജൈസ്ഡ് ടു കം. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ആർ ഫീലിംഗ് ദിസ് ഇസ് എ ജോബ്. ആ ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കിട്ടണം. അപ്പോൾ അതിന് ദേ ഹാവ് ടു, എനി ബ്രാഞ്ച് യു പിക്ക്,
find highly motivated people who have done that branch and who are excelling in that field. ഇത് നിങ്ങൾക്ക് കോളേജ് കിട്ടിയില്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിട്ടും, കമ്മ്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ലിങ്ക്ഡിനിൽ കിട്ടും, അല്ലെങ്കിൽ ലോകത്ത് കുറേ മനുഷ്യർ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഈ ബ്രാഞ്ചൊക്കെ നിൽക്കുന്നത്. സാർ അതേപോലെ എനിക്ക് പഠിച്ചിരുന്ന സമയത്ത് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്, ക്വസ്റ്റ്യനാണ്, ഒരു ക്വസ്റ്റ്യനാണ്, പക്ഷെ ഇതുവരെ ചോദിച്ചിട്ടില്ല. സാർ അമേരിക്കയിൽ പഠിച്ചു, IIT പാസ് ഔട്ടാണ്, ദെൻ എന്തുകൊണ്ട് സാർ ഇപ്പം ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ആയിരിക്കുന്നു? ദിസ് ഈസ് വാട്ട് ഗീവ്സ് മീ മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. ഇത് ഇപ്പോൾ നമുക്ക് കുറേ ട്രാജക്ടറി ഉണ്ടല്ലോ, എസ്പെഷ്യലി ഇന്ത്യയിൽ തന്നെ കുറേ ഗോൾ പോസ്റ്റ് വയ്ക്കും, നിങ്ങൾ ഇത്ര വയസ്സായ ഇതൊക്കെ ചെയ്യണം, ഇത് കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ നമ്മുടെ കമ്പാരിസൺ മൊത്തം നിങ്ങളുടെ സാലറി എത്രയാണ്, മറ്റേ കാറിൻ്റെ വലിപ്പം എത്രയാണ്, കാറിൻ്റെ വില എത്രയാണ്, വീടിൻ്റെ വലിപ്പം എത്രയാണ്. അപ്പോൾ സി, if you examine your life, you will get out of those things and you will look for, okay, what is it that gives you most joy, pleasure. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് എന്നും രാവിലെ എടുത്ത് വാട്സാപ്പ് സ്റ്റാറ്റസ് നോക്കിയാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഫൈൻഡ് ജോയ് ഇൻ ലൈഫ്, വർക്ക് ലെസ്, റിലാക്സ്, മണി ഈസ് നോട്ട് എവറിത്തിങ് എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ അർത്ഥമാണ് മനസ്സിലാകാത്തത്. ബിക്കോസ് അവിടെയൊക്കെ പോയി ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാനുള്ളൊരു അവസരം കിട്ടി, ഡൈവേഴ്സ് കൾച്ചേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെൽറ്റിംഗ് പോട്ടായിരുന്നു. അതെല്ലാം ഞാൻ തറലി എൻജോയ് ചെയ്ത്. ഇറ്റ് വാസ് ഓൾ എഡ്യൂക്കേഷണൽ ഫോർ മീ. ആൻഡ് ദെൻ യു ലുക്ക് ബാക്ക് ആൻഡ് സീ, ഓക്കെ, സീ മൈ ലാൻഡ്, മൈ പ്ലേസ്, ട്രിവാൻഡ്രം, സച്ച് എ വണ്ടർഫുൾ പ്ലേസ് ടു ബി. അതിൻ്റെ ഒരു വിലയിലാണ്. ഞാൻ മലയാളിയാണ്, തിരുവനന്തപുരത്തുകാരനാണ്, അതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ വന്നപ്പോൾ അലക്സ് സാറിനെ മീറ്റ് ചെയ്തു ആൻഡ് ഹീ പ്രസൻറ്റഡ് ദിസ് അമേസിങ് ഓപ്പർച്യൂണിറ്റി ടു സെറ്റപ്പ് എ കോളേജ് ഫ്രം സ്ക്രാച്ച്. അപ്പോൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിൻ്റെ ചെറിയൊരു എലമെൻ്റ് ആയതുകൊണ്ട് ത്രില്ലിങ് പ്രോജക്റ്റ്. അതാണ് ഈ സ്റ്റാർട്ടപ്പുകൾ പറയുന്ന പോലെ ടു ബിൽഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ജമ്പ് ചെയ്ത് വന്നു, ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഓൺടർപ്രണർഷിപ്പ് എന്താണെന്ന് അറിയില്ല, ബിസിനസ് എന്താണെന്ന് അറിയില്ല, ഞാൻ ഇന്ന് വരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ട്രിനിറ്റിയിൽ വരുന്ന സമയത്ത് ഒരേ ഒരു പോയിന്റ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായി. അതായത് എന്റെ ലെക്ചേഴ്സ് ലോകം മുഴുവൻ കാണണം, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നതിന് മുൻപ് എഡ്യൂക്കേഷൻ സെക്ടറിൽ എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തെങ്കിലും, ഞാൻ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് മരിച്ചു പോകണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് ഫസ്റ്റ് ഡേ തന്നെ അരുൺ സർ ഓറിയന്റേഷൻ പ്രോഗ്രാം ഓൺടർപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന 2 ടേംസ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് കേട്ടു. അതിനു മുമ്പ് ഞാൻ ഈ ടേം കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് കൊള്ളാം, സ്റ്റാർട്ടപ്പ് നല്ല നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു നെയിം, ഓൺടർപ്രണർഷിപ്പ് കൊള്ളാം. ഞാൻ ആദ്യം എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ദാറ്റ്സ് ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഇവിടെ ഈ ഒരു ടേമും ഈ ഒരു സ്റ്റാർട്ടപ്പ് എല്ലാം ആദ്യം പരിചയപ്പെടുത്തിയത് നമ്മുടെ അരുൺ സാറാണ്. അതില്ലായിരുന്നെങ്കിൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ആക്ച്വലി ഈ കോളേജിൽ പഠിച്ചതിൽ ഒരുപാട് കാര്യം ഞാൻ ബ്ലെസ്ഡ് ആണ്. അപ്പോൾ ഇത് ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തേർഡ് ബാച്ച് ആയിരുന്നു. പക്ഷെ ആ ഒരു വന്ന ഫസ്റ്റ് ഡേ തൊട്ട് എനിക്ക് ഇവിടെ കിട്ടിയ ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോ സ്റ്റാർട്ടപ്പിലേക്ക് ഞാൻ വന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കും സാറിന്റെ സ്റ്റുഡൻസിലേക്ക് ഫസ്റ്റ് ഡേ തന്നെ ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലോട്ട് വരണമെന്ന് സാർ പറയുന്ന കാരണം എന്താണ്? അത് വളരെ ഈസി, ലളിതമായ ഉത്തരവാണ് അതിന്. കോൺഫിഡൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു കുട്ടി ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് സ്റ്റുഡൻറ്റ് വിത്ത് ബിടെക്, ഇതിനെ നമ്മൾ പ്രൊഫഷണൽ ഡിഗ്രി എന്ന് വിളിക്കുന്നത് തന്നെ ബിക്കോസ് യു ഷുഡ് ബി ഏബിൾ ടു വർക്ക് അൺസൂപ്പർവൈസ്ഡ്. പ്രൊഫഷണലായിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് ദേ ഷുഡ് ഹാവ് കോൺഫിഡൻസ് ദാറ്റ് ഐ ആം ഏബിൾ ടു ഡു സംതിങ് ഓൺ മൈ ഓൺ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാഡ് ജോബ് റഷ് നടക്കുന്നിടത്ത് ഇഫ് യു ക്യാൻ ഇൻസ്റ്റിൽ ദ ഐഡിയ ദാറ്റ് യു ഷുഡ് ഡു സംതിങ് ഓൺ യുവർ ഓൺ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ടീം ഉണ്ടാവണം, വിച്ച് മീൻസ് സം ലീഡർഷിപ്പ് കപ്പാസിറ്റി വരണം. അപ്പോൾ ദാറ്റ് ഇൻസ്റ്റിൽസ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് യു സീക്ക് എ ഹയർ ലെവൽ ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ ജോബ് കിട്ടാനുള്ള കോൺഫിഡൻസ് വന്നോളും. കൂടാതെ India was rising at that time, 2010, 11, 12, 13 time ആണ്, and we could sense that things are changing. So we needed more engineers to come forward, start companies, innovation. അപ്പോൾ അന്ന് സ്റ്റാർട്ടപ്പുകളൊന്നും അത്ര വലിയ ഫേമസ് ഒന്നും ആയിരുന്നില്ല. യു നോ ദ സിറ്റുവേഷൻ. അപ്പം അതായത് അന്നൊക്കെ സ്റ്റാർട്ടപ്പ് കമ്പനി സെറ്റപ്പ് ചെയ്ത് ഓൺ ചെയ്ത ആൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, പുള്ളിയുടെ എംപ്ലോയിക്ക് കുഴപ്പമില്ല. കാരണം ഈ സാലറി എന്ന് പറയുന്നത് ഒരു ഭയങ്കര അഡിക്ഷനായിട്ട് കൊണ്ട് നടക്കുന്നു. അപ്പോൾ സാലറി കൊടുക്കുന്ന ആളെ നിങ്ങൾക്ക് വിശ്വാസമില്ല, സാലറി മേടിക്കുന്ന ആളെ വിശ്വാസമുണ്ട്. അതിന് സം കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റി സാർ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയതാണ് ഈ ഒരു അൺസ്റ്റഡി ക്യാഷ് ഫ്ലോയിൽ കംഫർട്ടബിൾ ആവണം, സ്വന്തം ഇന്നോവേറ്റീവ് സ്പിരിറ്റിലും മാർക്കറ്റ് ഉണ്ട്, അത് കണ്ടെത്തി മുമ്പോട്ട് പോകാൻ പറ്റണം. ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു പ്രൊജക്റ്റ് ആൻഡ് ഷോക്കേസ് വാട്ട് എവർ ഇറ്റ് ഈസ് ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ്.
അതുകൊണ്ടാണ് അന്ന് ആദ്യം തൊട്ടേ, ബിക്കോസ് ഒരു സ്റ്റാർട്ടപ്പിലേക്ക്, അല്ലെങ്കിൽ അന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്നത്തെ നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ സജീവ് ഗോപിനാഥ് സാറും അതിന് മുമ്പ് KCC നായർ സാറും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അവരുടെ എല്ലാം ഒരു ഉപദേശവും ശിക്ഷണവും ഉണ്ടായിരുന്നു. ബിക്കോസ് ദേ ഹാഡ് നെയിൽഡ് ഇറ്റ് ദറ്റ് ദിസ് ഈസ് വാട്ട് കേരള നീഡ്സ്. നമുക്ക് ഇൻഡസ്ട്രീസ് ഇല്ല എന്ന് എപ്പോഴും കിടന്ന് കരയും, ബട്ട് വി ഡു ഹാവ് ഫിനോമിനലി ഹൈടെക് ഇൻഡസ്ട്രീസ്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല എൻജിനീയേഴ്സാണ്. അപ്പോൾ അത് പക്ഷേ സിലബസിലോട്ട് വന്നില്ല, ക്യാമ്പസിൽ കണക്റ്റ് ആയില്ല. ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അലക്സ് സാർ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ബോർഡ് വെച്ചിരുന്നു, ട്രൈ ടു ഗീവ് ജോബ് ഫോർ 10 people ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ്. അപ്പോൾ അത് ആ ഒരു ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലേൺ ഫ്രം എൻ ഓൺട്രപ്രണർ ഹൗ ടു, ആൻഡ് ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിംഗ് വെൽത്ത്. ഇറ്റ്സ് നോട്ട് റീഡിസ്ട്രിബ്യൂട്ടിങ് അവൈലബിൾ വെൽത്തോ ഞാനിങ്ങനെ അവിടെ അടുത്ത് പോയിരുന്ന എനിക്കും കൂടെ ഒരു ശമ്പളം തരണമെന്നുള്ളതല്ലല്ലോ. യു ആർ മേക്കിംഗ് സംതിങ് വെരി ന്യൂ. അതുകൊണ്ടാണ് അന്ന് തൊട്ടേ ഇത് സ്ട്രെസ് ചെയ്തത്, ടു ക്രിയേറ്റ് ദാറ്റ് കോൺഫിഡൻസ്, ദ എബിലിറ്റി. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ഇറ്റ് വർക്ക്ഡ്, അറ്റ്ലീസ്റ്റ് ഫോർ ഫ്യൂ. അത് ആക്ച്വലി യെസ്, അത് സ്റ്റിൽ ഈ ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഇനി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ 4 വർഷം ഇത് കേൾക്കുന്നുണ്ട്. അതായത് അരുൺ സാർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവരിവിടെ കേൾക്കുന്നുണ്ട്. കൂടാതെ IEDC അതേപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കോളേജ് ക്യാമ്പസ് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് സെമിനാർസ്. കാരണം ഇതെന്താണെന്ന് അറിയാം, ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളിവിടെ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ആണോ ഓണ്ടർപ്രണർഷിപ്പ് ആണോ. കാരണം അത്രത്തോളം നമ്മളിലേക്ക് ആ ഒരു ഐഡിയോളജി പല രീതിയിലും നമുക്ക് നമ്മുടെ ക്യാമ്പസ് നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ വലുതാണ്. സീരിയസ്ലി മറ്റ് ക്യാമ്പസസ് അത് ആക്ച്വലി ഒരു മാതൃകയാക്കണം. ആണ്. ഇതുപോലെ വളരെ സക്സസ്ഫുൾ ക്യാമ്പസസ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ. ചില സ്ഥലങ്ങളിൽ നല്ല ഇൻക്യുബേറ്റേഴ്സ് ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ സോൾട്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, സ്റ്റാർട്ടപ്പ് അവയർനെസ് ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ്. അത് സ്റ്റാർട്ടപ്പ് മിഷൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നമ്മുടെ കോളേജ് എൻ്റെ നോഡൽ കോളേജായിരുന്നു. സോ വാട്ട് വി ഡു ഈസ് കോളേജസിലെ IEDCയിലെ ടീമുകൾ സ്കൂളുകളിൽ പോയി സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പിയർ ലേണിംഗ് ഉണ്ട്. ചേട്ടനും ചേച്ചിയാണ് വന്നത് സംസാരിക്കുന്നത്, അല്ലാതെ ടീച്ചർമാരല്ല. അപ്പോൾ ആ സ്കൂൾ കുട്ടികൾ കുറച്ചുകൂടെ റെസ്പോൺസീവ് ആണ്. അതിൽ നിന്ന് അഡ്മിഷൻസ് വരുന്നുണ്ട്. ബിക്കോസ് ദേ ഹവ് കം ടു ദ കോളേജ്, ദേ ഹവ് സീൻ ദിസ്. ആ ഒരു സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ ഈ പിയർ ലേണിംഗ് ഇപ്പോൾ നമ്മൾ കളരിപ്പയറ്റിലും ഒക്കെ പറയുന്നതാണല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗുരുക്കൾ ഒരാളെ ഉള്ളൂ, പുള്ളി ഒരു അതിൻ്റെ കളരിയുടെ ഗുരുക്കളാണ്. നിങ്ങൾ പഠിക്കുന്നത് ആശാന്മാരിൽ നിന്നാണ്, ഹു ആർ മോർ സീനിയർ സ്റ്റുഡൻസ് ടു യു, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ വേറൊരു അതിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഇൻറ്റിമേറ്റ് ആണ് ഈ കണക്ഷൻ. ആൻഡ് അത് നമ്മളും സോൾട്ടിന് പോകുമ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിൽക്കണ്ട എന്ന് പറയും. അപ്പോൾ ഇവരുടെ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ റിയലി ഷൂട്ട്സ് അപ്പ്. അപ്പോൾ ഐ തിങ്ക് ദിസ് വേവ് ഹാസ് റിയലി കോട്ട് ഓൺ. ഇപ്പോൾ 10 വയസ്സായ കുട്ടികൾ, 12 വയസ്സായ കുട്ടികൾ, സംരംഭകരുടെയൊക്കെ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ് എവ്രിബഡി ഹാവ് ദിസ് സ്പിരിറ്റ്. അതിൻ്റെ ബേസിൽ യു നീഡ് ടു ബി എ റിയലി ഗുഡ് എഞ്ചിനീയർ ഓർ ടെക്നോക്രാറ്റ്. അല്ലെങ്കിൽ ഇതെല്ലാം പാളിപ്പോവും. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് മോഡലിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യേണ്ടത്, എങ്ങനെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം. ഇതൊക്കെയാണല്ലോ ബേസിക് എഞ്ചിനീയറിംഗ്. അത് ഞാനത് സ്റ്റുഡൻസിനോട് പറയാറുണ്ട്. എഞ്ചിനീയറിംഗിൽ പലപ്പോഴും എന്നെ ചോദിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എന്ത് കിട്ടി? ഞാൻ പറയും കുറെ സ്കിൽസ് കിട്ടി. എനിക്ക് ആക്ച്വലി ഒരുപാട് സ്കിൽസ് ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പറയാറുണ്ട്. ഇപ്പൊ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്കെയിൽ ഇല്ലാണ്ട് എനിക്ക് നീക്കടൈ കൊണ്ട് എനിക്ക് അതിന്റെ മെഷർമെന്റ് പറയാൻ പറ്റുന്നു. അത് എല്ലാവർക്കും പറ്റില്ല. അത് ഓൺലി ബിക്കോസ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതേപോലെ സർ, ഇപ്പം ഞാൻ ഇടയ്ക്ക് കണ്ട ഒരു സർവേ റിപ്പോർട്ടാണ്. അതായത് ഇപ്പോ ഈ സ്റ്റാർട്ടപ്സിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്സ് തുടങ്ങിയിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്, MBA നോട്ട് MBA ഗ്രാജുവേറ്റ്സ് എന്ന്. എന്തുകൊണ്ടായിരിക്കും സാർ അങ്ങനെ? കാരണം MBAയിൽ അവർ പഠിക്കുന്ന ബിസിനസ് ആണ്, എഞ്ചിനീയറിംഗ് അവർ പഠിക്കുന്ന ടെക്നോളജിയാണ്. പക്ഷെ കൂടുതൽ സ്റ്റാർട്ടപ്സ് വരുന്നത് ഫ്രം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു? അല്ല, ബിക്കോസ് വി ആർ സ്ട്രെസ്സിങ് ഓൺ ഇന്നോവേഷൻ ബേസ്ഡ് ഓണ്ടർപ്രണർഷിപ്പ്. അപ്പോൾ ഇന്നോവേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ടെക്നോളജി എന്താണ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്താണെന്ന് പഠിക്കണം. അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് ഇൻവോൾവ് ആണ്. ദെൻ യു വിൽ നോ പുതിയ എന്ത് സാധനം കൊണ്ടുവച്ച് ഇത് ട്വീക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്കില്ല് 4 വർഷം കൊണ്ട് എഞ്ചിനീയേഴ്സിന് ധാരാളം കിട്ടും. അതിപ്പോൾ ഒരു അസൈൻമെൻറ്റ് എങ്ങനെ ലാസ്റ്റ് മിനിറ്റ് തട്ടിക്കൂട്ടി വയ്ക്കണമെന്നുള്ളതാണെങ്കിൽ പോലും ഇറ്റ് ഇസ് സംതിങ് ദാറ്റ്, ആ ജുഗാഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ട്വീക്ക് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ MBA ഈസ് വെരി സ്ട്രക്ചേർഡ് വിത്ത് കേസ് സ്റ്റഡീസ് അങ്ങനെ. അപ്പോൾ ദേ വോണ്ട് ടു മാനേജ് സംതിങ്, എഞ്ചിനീയേഴ്സ് വോണ്ട് ടു ക്രിയേറ്റ് സംതിങ്. ഈ ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്ത് ബേസിക്കലി നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ എഞ്ചിനീയറിങ്ങിന് പറ്റിപ്പോയൊരു പ്രശ്നം, നമ്മൾ ഒരുപാട് എക്സാം ഓറിയൻറ്റഡായി. ഈ ഫസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ സെറ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ മദ്രാസ്, ലാഹോർ, ബോംബെ, ദേവർ ഓൺലി എക്സാം ബോർഡ്സ്. ബ്രിട്ടീഷുകാർ എക്സാമിനേഷൻ ബോർഡ്സ് ആണ് സെറ്റ് ചെയ്തത്. അപ്പം നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പോവാ, ഞങ്ങൾ പരീക്ഷ ഇടാം, എന്നിട്ട് വി വിൽ സോർട്ട് യു. ദാറ്റ്സ് ഓൾ ദേ ഡിഡ്. ഇറ്റ് വാസ് നോട്ട് എ സപ്പോർട്ടീവ് സിസ്റ്റം.
അപ്പം എന്ത് കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ച് അത് വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഒരു സമൂഹത്തിന് വേണ്ട സപ്പോർട്ടീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മുടെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ പോപ്പുലേഷനൊക്കെ ബ്ലെയിം ചെയ്യുന്നു, പക്ഷേ നമ്മുടെ സിസ്റ്റം ഒരു ഗേറ്റ് ഉണ്ടാക്കി വയ്ക്കുക, കൊള്ളാവുന്നവരൊക്കെ ഇങ്ങനെ കയറട്ടെ, ബാക്കിയുള്ളവരൊക്കെ അങ്ങ് പോട്ടെ. പക്ഷേ അത് ആ ഗേറ്റ് ഈസ് എ വെരി കൺസ്ട്രെയിൻഡ് ഗേറ്റ്. അതിൽ വളരെ കുറച്ച് ഇപ്പം നിങ്ങളുടെ റീഡിങ് സ്കിൽസും റൈറ്റിംഗ് സ്കിൽസും ഒരുമാതിരി ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ കുറേ പേപ്പർ ക്ലിയർ ചെയ്ത് പോകാം. മാത്തമാറ്റിക്സ് അറിയാമെങ്കിൽ കുറേ ക്ലിയർ ചെയ്ത് പോകാം. അതല്ലല്ലോ, ഒരു എൻജിനീയർ ആവാൻ വേറെ ഒരുപാട് കഴിവുകൾ ഉള്ളവർക്കും പറ്റും, ഇന്നോവേറ്റർ ആവാൻ പറ്റും. അപ്പോൾ അവരെ കൊണ്ടുവരുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റം, ആ ഒരു ചേഞ്ച് ഇപ്പോൾ കരിക്കുലത്തിൽ വന്നിട്ടുണ്ട്. വി ആർ മോർ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, ഹാൻഡ്സ് ഓൺ ചെയ്യണം. സോ ഐ തിങ്ക് ഇത് ഇപ്പോൾ ഇനി വരുന്ന ബാച്ചുകളെല്ലാം we'll have vastly more number of entrepreneurs and innovators coming. സാർ, അപ്പോൾ ഈ ഒരു കരിക്കുലത്തെ കാര്യം സാറ് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്. അപ്പം 2024 KTU പുതിയൊരു സിലബസ് കൊണ്ടുവരുന്നുണ്ട്, ഒരു സ്കീം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിൽ വലിയ ചേഞ്ചസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ചേഞ്ചസ് ഇനി വരുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യുമോ, ബെറ്റർ ആയിട്ട് അഫക്ട് ചെയ്യുമോ? ഒരിക്കലും ബാഡായിട്ട് അഫക്റ്റ് ചെയ്യൂല. കാരണം ഇത് ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസും സജി സാറ് തന്നെ മുൻകൈ എടുത്ത്, വൈസ് ചാൻസലറും പിന്നെ വിനോദ് തോമസ് സാറ്, ആ മൊത്തം KTUവിലെ എല്ലാവരും കൂടെ മുൻകൈ എടുത്തിട്ട് നല്ല ടീംസ് ഫോളോ ചെയ്താണ് ചെയ്തത്. സോ വാട്ട്സ് ബേസിക്കലി വി ആർ ട്രൈങ് ടു ഡു ഈസ് ഈ ഹാൻഡ്സ് ഓണും വൈ വി ആർ ഡൂയിങ് ദിസ്, why are you learning something? The answer shouldn't be to pass the exam. The answer should be to apply this somewhere as part of my job. അപ്പോൾ അതിലേക്കുള്ള കൃത്യമായ വഴികളാണ്. അപ്പോൾ ഓരോ ഇയറിലും യു വിൽ കം അക്രോസ് കോഴ്സസ് വിച്ച് വിൽ കണക്ട് യു ടു ദ സൊസൈറ്റി ആൻഡ് ഇൻഡസ്ട്രി. അത് ലൈഫ് സ്കിൽസ് ആയിരുന്നാലും ശരി. ഇപ്പോൾ ലോക്കൽ പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോംപ്രിഹെൻസീവ് എക്സാം എഴുതും മുമ്പ് നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരിക്കൽ കൂടെ യു വിൽ റിവൈസ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചർ. പ്രോജക്റ്റ് ബേസ്ഡ് ആകുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നു. ഇൻറ്റേൺഷിപ്സ് കമ്പൽസറി ആവുന്നു. അത് സമ്മർ വെക്കേഷൻ സമയത്തുണ്ട്. കൂടാതെ ലാസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് എൻറ്റയർലി യു ആർ ഗോയിങ് ടു സ്പെൻഡ് ഇൻ ദി ഇൻഡസ്ട്രി. ഡു മൂക്ക് കോഴ്സസ് ഓൺലൈൻ ആൻഡ് ദെൻ ഈ ചെയ്യുന്ന വർക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രോജക്റ്റ് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിത് ടെക്സസ് A&Mൽ പഠിക്കുന്ന സമയത്ത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒരു ഫസ്റ്റ് ഇയറിൽ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ദേ ആർ ആസ്ക്ഡ് ടു സെലക്ട് ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ എയർക്രാഫ്റ്റ്സ് ഓർ സാറ്റലൈറ്റ്സ് ഓർ റോക്കറ്റ്സ്. അപ്പം തന്നെ അവരെ ടീംസായിട്ട് തിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ദേ പ്രിറ്റൻഡ് ടു ബി കമ്പനീസ് ആൻഡ് ദെൻ ദേ ആർ ഗിവൺ എ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ. അത് ബോയിങ്ങോ എയർബസോ മിലിറ്ററിയോ ആരെങ്കിലും കൊണ്ടുതരും. എന്നിട്ട് അടുത്ത 4 വർഷം ഈ കുട്ടികൾ ഒരു സിമുലേറ്റഡ് എൻവയോൺമെൻറ്റിൽ ദേ ആർ വർക്കിംഗ്. ഒരു പ്രോട്ടോടൈപ്പ് പ്ലെയിൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഗ്രാജുവേഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് അവർക്ക് ആ പ്ലെയിനിൻ്റെ മോഡൽ പറക്കുന്ന ദിവസമാണ്. എല്ലാവരും വരും ഫാമിലി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. സിമിലർലി റോക്കറ്റ് ഉണ്ടാക്കുന്നവർക്ക് റോക്കറ്റ് ലോഞ്ച് ചെയ്യണം. സാറ്റലൈറ്റ് അവർ നാസയ്ക്ക് സബ്മിറ്റ് ചെയ്യും, നാസ ലോഞ്ച് ചെയ്യും. സോ you come out with having simulated how your career is going to be. അതിൻ്റെ ഒരു നല്ല ലക്ഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കരിക്കുലം. സോ ഇറ്റ് ബി ഫാർ ബെറ്റർ. ആൻഡ് കൺസിഡർ ബാക്കി എല്ലാ ഡിഗ്രിയും 4 ഇയർ ആവുന്നു. ഇപ്പം എല്ലാ അണ്ടർ ഗ്രാഡും 4 ഇയർ ആയി. ദെൻ വൈ നോട്ട് കം ടു എഞ്ചിനീയറിംഗ്? ബിക്കോസ് വി ഓൾറെഡി ഹാവ് എ സെറ്റ് പാറ്റേൺ ഇൻ വിച്ച് ദിസ് ഹസ് ബീൻ ഹാപ്പനിങ്. സോ ഐ തിങ്ക് കൂടുതൽ കുട്ടികൾ വരും. അത് അഡ്മിഷനിൽ നമുക്കത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അവർ വരുന്നവർക്ക് ദിസ് വിൽ ബി എ വെരി ഫ്രഷ് ആൻഡ് നൈസ് എക്സ്പീരിയൻസ്. സാർ, അതേപോലെ ഒരുപാട് സ്റ്റുഡൻസ് അബ്രോഡ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത് പല കാരണങ്ങളാണ്. ചിലർ ചോദിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനാണ്, ചിലർ ഡ്രീംസിന്റെ പുറകെയാണ്, ചിലർ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇപ്പം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതിപ്പം പോസിറ്റീവ് ഇമ്പാക്റ്റിൽ മാത്രമാണെന്നല്ല, വേറെ വെറുതെ പോകുന്ന ഒരു വെറുതെ +2 കഴിഞ്ഞാൽ എന്ത് ഗോയിങ് അബ്രോഡ് സ്റ്റഡീസ് ഫോർ അബ്രോഡ് സ്റ്റഡീസ് ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അപ്പൊ ഇത് ബെറ്റർ ആണോ, ഓർ അത് ഫ്യൂച്ചർ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുമോ? അത് ഫ്യൂച്ചർ ഇമ്പാക്റ്റ് ഇപ്പം നമുക്ക് പറയാറായിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ മറ്റേ സ്കോപ്പ് പോലെ ഏജൻസീസിന് ഇതിനൊരു വലിയ പങ്കുണ്ട്. യു ഹൈപ്പ് ഇറ്റ്, മീഡിയയാണ്, അവരും സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ സാറ്റർഡേ സൺഡേ സ്റ്റഡി അബ്രോഡ് മറ്റേ മീറ്റിംഗ്സ് വയ്ക്കുന്നു. പീപ്പിൾ ഹാവ് ദ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാൻ പോയില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കളെ വിട്ടില്ലെങ്കിൽ ഇനി ഞാൻ നല്ലൊരു പേരൻ്റ് അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സൃഷ്ടിക്കുകയാണ്. ഇതിൽ കാലാകാലങ്ങളാണ്, ഐ മീൻ അക്രോസ് സിവിലൈസേഷൻസ് ഫോർ ദ പാസ്റ്റ് സിൻസ് മാൻകൈൻഡ് ഹാസ് നോൺ ഇറ്റ് സെൽഫ് 15, 16, 17 വയസ്സാകുമ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എനിക്കുള്ളത്. ഞാനും പോയി ഹോസ്റ്റലിൽ നിന്നു. ബിക്കോസ് യു ആർ വാണ്ടിങ് ടു ഡിസ്കവർ യുവർ ഓൺ ഐഡൻറ്റിറ്റി. യു വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഈ പേരൻസിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഏരിയയിൽ നിന്ന് മാറി നിൽക്കുക, കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, ഞാൻ ആരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ ഉള്ള. അത് വലിയ ഫിലോസഫിക്കലായിട്ടല്ല പറയുന്നത്, ബട്ട് ഇറ്റ് ഈസ് ദർ ഇസ് എൻ ഇമ്പാക്ട്. കാരണം ഇന്ത്യയിൽ എപ്പോഴും നമ്മൾ ഈ അതിഥി ദേവോ ഭവ എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ
ഇന്ത്യ ഓൾവേസ് ഹാഡ് ദീസ് പീപ്പിൾ ഹു ട്രാവൽഡ് അറൗണ്ട്, യങ്സ്റ്റേഴ്സ്. വീട്ടിൽ നിന്ന് പോയി പല ദൂരെ പോയി. ഇപ്പോൾ ശങ്കരാചാര്യരുടെ സമയം തൊട്ടേ ദൂരെ പോയാണല്ലോ പഠിക്കുന്നത്. അന്നേ നമുക്ക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ കാന്തല്ലൂർ ശാല തിരുവനന്തപുരത്ത് വി ഹാഡ് സോ മെനി ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സ്പോക്കൺ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരെ വന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇസ് ഓൾവേസ് ദർ ടു ഗോ സംവെയർ എൽസ്. ആ പോകുന്ന സ്ഥലത്തിൻ്റെ ക്വാളിറ്റിയിലേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ദർ ഇസ് നത്തിങ് ഡിബേറ്റബിൾ അബൌട്ട് വെദർ യു ഷുഡ് ഗോ ഔട്ട് ഓഫ് ദ ഹോം ആൻഡ് സ്റ്റഡി. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പ്രാരാബ്ദങ്ങളുണ്ട്, വീട്ടിൽ നിൽക്കണമെന്നുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ യു ആർ വെരി ഹോം ബൗണ്ട് അറ്റാച്ച്ഡ് പേഴ്സൺ, യു ബൈ ഓൾ മീൻസ്. അല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ്, അതിൻ്റെ പ്രയോജനം എന്താണ്? അപ്പം വിദ്യാർത്ഥികളെ ഇതിൽ കേൾക്കുന്നില്ലെന്നുള്ളതാണ്. എല്ലാവരും ഞങ്ങളെ പോലെ അമ്മമാരിരുന്നാണ് പറയുന്നത് ഇത് ട്രെൻഡ് ശരിയല്ല അല്ലെങ്കിൽ ട്രെൻഡ് ശരിയാണെന്നുള്ളത്. ദേ വിൽ ഹാവ് സോ മെനി റീസൺസ്. നോ, വാട്ട് ഈസ് കേരള ഓഫറിങ് ദം, വാട്ട് ഈസ് ഇന്ത്യ ഓഫറിങ് ദം, വിൽ ഇറ്റ് ബി ബെറ്റർ ഇഫ് ഐ ഗോ എക്സ്പ്ലോർ ആൻഡ് കം ബാക്ക്. കുറേ പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പോയി പഠിച്ചിട്ട് വരാം. കുറച്ച് പേർക്ക് അവിടെ പോയി ഇത് പകുതി അവിടുത്തെ മാർക്കറ്റിങ്ങും ഉണ്ട്. റീൽസ് മാത്രം കണ്ടാണ് നമ്മൾ ഓടിപ്പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ ഹോളിവുഡ് സിനിമ കണ്ടാണ് പോയിരുന്നത്. അപ്പോൾ കുറേയൊക്കെ അവിടെ പോയി കഴിയുമ്പോൾ യു റിയലൈസ്, ബട്ട് ഇറ്റ്സ് എ ഗുഡ് തിങ് ദാറ്റ് ഇവിടെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഉള്ളൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നെങ്കിൽ, നിങ്ങൾ ഒരു മുട്ട വാങ്ങിക്കാൻ പോലും വീട്ടുകാർ പറഞ്ഞു വിട്ടില്ലെങ്കിൽ, ഓൾ ഓഫ് എ സഡൻ യു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ അനദർ കൺട്രി വെയർ യു ഹാവ് ടു കുക്ക്, ഈറ്റ്, manage your expenses, manage your house. That's immensely brilliant education compared to what the university can give you. But at the same time, ആ നാടുകളിലും ഇപ്പോൾ ഒരുപാട് ഇക്കണോമിക് ക്രൈസിസ് ഉണ്ട്, അവർക്കും ജോബ് ക്രൈസിസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഈ ടെമ്പററി ജോബ്സിന് ഇത്രയും വലിയ ക്യൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ മേ ബി പീപ്പിൾ വിൽ കം ബാക്ക്. അങ്ങനെയാണെങ്കിൽ ദേ കം ബാക്ക് വിത്ത് എ ഹോൾ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് വിച്ച് വിൽ ബി വെരി വെരി യൂസ്ഫുൾ ഫോർ അവർ സൊസൈറ്റി. അതുകൊണ്ട് ഞാനിതിനെ മൊത്തത്തിൽ ഈ ട്രെൻഡ് മോശമാണെന്ന് പറയുന്ന ഒരാളല്ല, പക്ഷേ ഈ പോകുന്ന സ്ഥലത്തിൻ്റെ ക്വാളിറ്റി. ആൻഡ് മൈ അപ്പീൽ ടു ഓൾ ദീസ് ഏജൻസീസ് ഈസ് പ്ലീസ് ഷോക്കേസ് യുവർ സക്സസ് സ്റ്റോറീസ്. ഈ കം ഹിയർ ഫീസ് വളരെ കുറവാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. അവിടെ നിന്ന് ഇറങ്ങിയ പിള്ളേർ, ഇപ്പോൾ യു കെയിലും അയർലൻഡിലൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ട പിള്ളേരുണ്ട്. അവരിപ്പോൾ പഠിച്ചിട്ട് ഇത്ര രൂപയ്ക്ക് ശമ്പളത്തിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ PhD പോയി. ഇത് അഡ്വർടൈസ് ചെയ്ത് തുടങ്ങിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്, പീപ്പിൾ ക്യാൻ പിക്ക് വെയർ ടു ഗോ. അതർവൈസ് ദിസ് വിൽ ബിക്കം എ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ. ഇപ്പോൾ തന്നെ റഫ് എസ്റ്റിമേറ്റിൽ 5000 കോടി രൂപയാണ് ഒരു വർഷം ഒഴുകുന്നത്. അതിപ്പോൾ ഒരു ബ്രെയിൻ ഡ്രെയിൻ അല്ല, ഇറ്റ്സ് എ ഫൈനാൻഷ്യൽ ഡ്രെയിൻ. അതെങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. സർ, പിന്നെ വേറൊരു ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഇപ്പം ആർക്കും എംടെക് പോകുന്നില്ല. പല സ്ഥലങ്ങളിലും എംടെക്കിന്റെ സീറ്റ് ഒഴിഞ്ഞ് നടക്കുന്നു, ബിടെക്കിന്റെ സീറ്റ് ഒഴിഞ്ഞ് നടക്കുന്നു. മൊത്തത്തിൽ ഒരു എഞ്ചിനീയറിംഗ് ഒരു കൾച്ചർ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ചില സ്റ്റുഡൻസ് MBA പോകുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, അതും ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ ബാങ്ക് കോച്ചിങ്, പിന്നെ ഇപ്പം CA CMA പോലുള്ള കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ്. സർ, എന്തുകൊണ്ടായിരിക്കും ഒരു ബിടെക് സ്റ്റുഡൻസ് അത് ബിടെക് എങ്ങനെയെങ്കിലും പാസ്സായി വേറൊരു സംഭവത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരണം ഇന്ന് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർക്കുള്ള എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുന്നത്? അല്ല, എല്ലാം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഡൗട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ വളരെ എക്സാം ബൗണ്ടാണ്. ഇത് അതായത് ഒരു ചോദ്യം ചോദിക്കുന്നത് ഒരാളെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കൾച്ചറായിപ്പോയി. ദർ ഈസ് നത്തിങ് കോൾഡ് കൺസ്ട്രക്റ്റീവ് അസസ്മെൻറ്റ്, ഫോർമേറ്റീവ് അസസ്മെൻ്റ് അല്ലല്ലോ. നമ്മൾ ഭയങ്കര ക്രിട്ടിക്കൽ അസസ്മെൻ്റ് ആണ് നടത്തുന്നത്. അപ്പം പരീക്ഷ ഇടുന്നതേ ഇത്രയും പിള്ളേരെ തോൽപ്പിക്കാനാണ്. ഒരാൾ വരുന്നത് തന്നെ ഞാൻ തോറ്റുപോകുമെന്ന് പേടിച്ചുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ആ ഫീൽഡ് ഇഷ്ടമാണ്, ഞാൻ പഠിച്ച കാര്യത്തിൻ്റെ ഒരു ടെസ്റ്റായിട്ട് ഇത് എടുക്കാം, ഹൗ ഈസ് മൈ അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ വിചാരിച്ച് ചിരിച്ചുകൊണ്ടുള്ള ഫേസും കൊണ്ട് എക്സാം സെൻറ്ററിൽ വരുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതായത് എങ്ങനെയെങ്കിലും ഞാനിത് പാസ്സാക്കിയിട്ട് അങ്ങ് ഓടിപ്പോയാൽ മതി. നമ്മുടെ സ്റ്റേറ്റിലുള്ള ഏറ്റവും പ്രമുഖ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പഠിച്ച ഒരാൾ പോലും സിവിൽ എഞ്ചിനീയറിംഗ് ജോബിൽ പോയിട്ടില്ല. അപ്പോൾ അത് ഒന്നാമത് ജോബിൽ ഇറങ്ങുമ്പോൾ ഉള്ള സാലറിയുടെ വ്യത്യാസം. ചില ഫീൽഡ്സിൽ ലൂക്രേറ്റീവാണ്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, അവിടെ പോവാം. പക്ഷേ ഈവൻ മോർ ഡേഞ്ചറസ് ഈസ് ദാറ്റ് ഈ 4 വർഷം കൊണ്ടും ആ കുട്ടിയിൽ ഒരു പാഷനും ജനറേറ്റ് ആയില്ല. എൻ്റെ ഫീൽഡിൽ യു വിൽ റിയലൈസ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ജോക്കാണല്ലോ, മറ്റേ പൊറോട്ട അടിക്കുന്ന ബംഗാളിക്ക് 25,000 രൂപ ശമ്പളം, ബിടെക്കാരന് 12,000. ഈ ബംഗാളി അത് കഴിഞ്ഞ് 24, പുള്ളിക്ക് അതേ ഉള്ളല്ലോ, പൊറോട്ട അടിക്കാനേ പറ്റൂ, അത് 25,000 ആയിരിക്കും. ബിടെക്കാരൻ തുടങ്ങുന്നത് 12,000. ബട്ട് ഇൻ 5 years വാട്ട് ഈസ് ഹിസ് പേ, ഹൗ മച്ച് ക്യാൻ ഹി ഗെയിൻ, ഇതാരും സംസാരിക്കുന്നില്ല. ഇത് വെറുതെ കളിയാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇഫ് യു ഇൻസ്റ്റിൽ പാഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൃഷ്ണകേശ് ജൂനിയർ ആയിരുന്നല്ലോ ഫ്രാങ്ക്ലിൻ്റെയൊക്കെ, കൃഷ്ണകേശ് മെക്കിലായിരുന്നു. ഹീ വർക്ക് ഫോർ എ റേഡിയോ സ്റ്റേഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ്, സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദെൻ റിലയൻസ് ടു കിം, വർക്കിംഗ് ഹാപ്പിലി.
രണ്ടാഴ്ച മുമ്പ് എന്നെ വിളിച്ചു. ഈ സെഡ് സർ കംഫർട്ടബിൾ പേ ഒക്കെയാണ്, ബോംബെയിലാണ്, പക്ഷേ ഐ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി നൗ ടു വർക്ക് ഫോർ എ ബോയിലർ കമ്പനി. അപ്പോൾ അത് കോർ മെക്കാനിക്കലിലോട്ട് എനിക്ക് വരാം. പക്ഷെ അവർ പറയുന്നു 1 year ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈപ്പൻഡ് കുറവായിരിക്കും. അപ്പോൾ ഇത് വീട്ടുകാരെ ഞാൻ കൺവിൻസ് ചെയ്യട്ടെ, ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് ദിൽ പ്ലേസ് മീ ഇൻ എ പ്രോപ്പർ ഇൻഡസ്ട്രി അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബൈ ഓൾ മീൻസ് അങ്ങനെ ചെയ്ത ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, നിനക്ക് സീനിയേഴ്സിനെ അങ്ങനെ കാണുമെങ്കിൽ ദെൻ ടേക്ക് ഇറ്റ്, ബിക്കോസ് യു ലവ് ദ ഫീൽഡ്. ഈ 4 വർഷം പഠിച്ച സ്ഥാനത്തിൽ വരണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലോ. അങ്ങനെയുള്ള കേസസ്. അപ്പോൾ പാഷൻ വാസ് ജനറേറ്റഡ്. സോ ഈവൻ ഇഫ് പെട്ടെന്ന് കിട്ടിയത് വേറൊരു ജോലിയാണെങ്കിലും ദേ ഓൾവേസ് വോണ്ട് ടു കം ബാക്ക്. അതിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സ്റ്റുഡന്റ് BSc ഫിസിക്സ് കഴിഞ്ഞതാണ്. ഫിസിക്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അടുത്ത പരിപാടി, MSc കയറുവാണോ, എന്താ അടുത്ത പരിപാടി. അപ്പോൾ ഞാനൊരു ജോലി നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഒരു 4-5 മാസമായിട്ട് ജോലി നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇത്ര മാസമായിട്ട് ജോലി നോക്കുന്നുണ്ട്, എന്താ കിട്ടാത്ത? ഇപ്പൊ സാലറി കുറവാ സാർ, നേരത്തെ. അപ്പോ ഞാൻ ചോദിച്ചു നിന്റെ എക്സ്പെക്ടഡ് സാലറി എത്രയാണ്? BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് എക്സ്പെക്ടഡ് സാലറി എനിക്ക് മിനിമം സ്റ്റാർട്ടിങ് 30,000 rupees എങ്കിലും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഈ സാലറി നോക്കിയിരുന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കത്തേ ഉള്ളൂ, നമ്മള് ആദ്യം പഠിക്കുകയാണ് വേണ്ടത്. അല്ല വൈ ഹാസ് ദിസ് ബിക്കം എ ക്രൈറ്റീരിയ? പുള്ളി എന്ത് മെഷർ വെച്ചാണ് ഈ 30,000 കണ്ടുപിടിച്ചത്? അല്ലേ, മിക്കവാറും അപ്പുറത്തെ വീട്ടുകാരുടെ 25,000. അതുകൊണ്ട് എനിക്ക് 30,000 അല്ലാതെ വേറെ ഒരു ക്രൈറ്റീരിയ ഇതിലില്ല. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ജീവിത ചെലവ് മീറ്റ് ചെയ്യാനാണെങ്കിൽ അതൊരു കാൽക്കുലേഷൻ മനസ്സിലാക്കാം, ഡിപ്പെൻഡിങ് ഓൺ വെയർ യു ആർ ലിവിങ്, വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ യു വാണ്ട്. അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ യുവർ സ്കിൽ സെറ്റ്, കമ്പയറബിൾ ഇൻഡസ്ട്രിയിൽ എന്തുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സാലറിയെ പറ്റി ചിന്തിക്കണമെങ്കിൽ യു ഷുഡ് ബി ഡീപ്ലി ഇൻവോൾവ് ഇൻ യുവർ ഫീൽഡ്. അപ്പോൾ അവിടെ എൻ്റെ കരിയർ ഗ്രോത്ത് എന്താണ്, ഇതൊക്കെയാണ് നോക്കുന്നത്. അല്ല സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞൊരു സാധനം ഇറ്റ്സ് സച്ച് എ മിത്ത്. അതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതല്ല, സ്റ്റാർട്ടിങ് അല്ല, ഇപ്പോൾ എൻഡിങ് സാലറി എടുത്താലും സോ മെനി അതർ ഫാക്ടേഴ്സ് ദർ ആർ ലോട്ട് ഓഫ് ഇല്ലീഗൽ ബിസിനസ് വിൽ ഗീവ് യു ലോട്ട് ഓഫ് മണി. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി നിങ്ങളെ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ ആ ആദിയിൽ നിങ്ങൾക്ക് വേറെ പല അസുഖങ്ങളും വരും. അപ്പോൾ ഈ അങ്ങനെ പൈസ നോക്കിയിരിക്കാതെ സോ വി ഷുഡ് ബി ഏബിൾ ടു ടീച്ച്. പക്ഷെ അത് ആക്ച്വലി ഇത് സ്റ്റുഡൻസിന്റെ കൺസേൺ അല്ല സർ, ഇത് കൂടുതലും പാരന്റ്സിന്റെ കൺസേൺ ആണ്. കാരണം ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഒരു IT കമ്പനി ഇന്റർവ്യൂ പോകുന്ന സമയത്ത് അവിടെ IT കമ്പനിയിൽ അവന് പഠിക്കാൻ കടല് പോലെ ഉണ്ട്, എക്സ്പീരിയൻസ്, എക്സ്പോഷർ എല്ലാം. പക്ഷെ സാലറി എത്ര? 12,000. അപ്പം എന്റെ മകൻ 12,000 ജോലിക്ക് പോകുന്നത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു കുറവായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങി. ഇതിലും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഐഡിയൽ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ 18 വയസ്സായിരിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പോയി വേറൊരു റീലൊക്കേറ്റ് ചെയ്തു, അവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് പ്രശ്നം എന്താണ്? അന്ന് നമ്മളൊക്കെ പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ബോംബെയിലായിരുന്നപ്പോഴത്തേക്കും ആഴ്ചയിലൊരിക്കൽ സൺഡേ ആണ് വീട്ടിൽ ഫോൺ ചെയ്യുന്നത്, അതും ലാൻഡ് ലൈൻ. അമേരിക്കയിൽ പോയപ്പോൾ അന്ന് മെസ്സഞ്ചർ വന്നു തുടങ്ങി, ഇമെയിലുണ്ട്, അതുകൊണ്ട് ഇമെയിൽ അയക്കാം, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഫോൺ വിളി എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് പരിപാടിയാണ്, ആഴ്ച ഒരിക്കലൊക്കെ പറ്റുള്ളൂ. ഇന്ന് അതല്ല. മോനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, മോളെ ലഞ്ച് കഴിച്ചോ, നാളെ എന്താണ്, മറ്റേ എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് വെച്ചോ. ഈ സാധനം ഇപ്പോൾ വാട്സാപ്പ് വീഡിയോ കോളിൽ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ അല്ല റഷ്യയിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞാലും ഇതേ എൻവയോൺമെൻറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്പോർട്ടഡ്. സോ യു വിൽ ബി ലിവിങ് ഇൻ യുവർ ലിറ്റിൽ ഹോം അഗൈൻ. അപ്പോൾ അതിൽ എന്ത് എഡ്യൂക്കേഷൻ നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഇരുന്നായിരിക്കും അവിടുത്തെ സാലറിയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണമെങ്കിൽ അതൊരു മൈൻഡ് സെറ്റ് ചേഞ്ചാണ്. സൊസൈറ്റി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അതുപോലെ സർ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് പോലുള്ള എഡ്ടെക് കമ്പനീസ് സ്റ്റുഡൻസിനെ സെർവ് ചെയ്യാൻ വേണ്ടി സൊസൈറ്റിയിൽ വരുന്ന സമയത്ത് ഇനിയും ഒരുപാട് എഡ്ടെക് കമ്പനീസ് വരണം, അല്ലെങ്കിൽ വേറെ ഏത് സെക്ടറിലുള്ള കമ്പനീസ് ആയാലും കൊണ്ടുവരണം ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ഐഡിയയിലും ഒരു ആഗ്രഹത്തിലും പലരും സ്റ്റക്കായി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്രില്യന്റ് ഐഡിയ ആയിരിക്കും, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത് വരാൻ കഴിയുന്നില്ല. അതിന് പ്രാക്ടിക്കലി കുറെ ഇമ്പോസിബിലിറ്റീസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തരണം ചെയ്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ. എന്നാൽ പോലും അതിലേക്കൊരു ട്രൈ ചെയ്യാൻ പോലും ചിലര് മടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട്, എങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും സാർ? അവരോട് എങ്ങനെ ഇത് മെനഞ്ഞാന്നൊരു സ്റ്റീവ് ജോബ്സിന്റെ വീഡിയോ വീണ്ടും വന്ന് സർക്കുലേറ്റഡ് ആയി, ഞാനും കിട്ടി, എല്ലാവർക്കും അയച്ചു കൊടുത്തു. അതിൻ്റെ അകത്ത് പുള്ളി പറയുന്നുണ്ട്, പീപ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐഡിയ ഇസ് ദ ഗ്രേറ്റസ്റ്റ് തിങ്. ഐഡിയ ഡൈമ ഡസൺ ആൾക്കാർക്ക് വരും. ഇപ്പോൾ ഫ്രാങ്ക്ലിന് ആദ്യം വന്ന് നമ്മൾ വെൽവെറ്റ് ഡോണിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു പോയി ചെയ്യേ. ഇത് ചെയ്ത് തുടങ്ങുമ്പോഴല്ലേ നമുക്ക് പിടികിട്ടൂ ഇതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഇത് മറ്റേ ഐഡിയയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൽ റാപ്പിഡായിട്ട് പ്രോട്ടോടൈപ്പ് ചെയ്യണം.
അപ്പോഴാണ് ഇതിലെ പ്രശ്നങ്ങൾ പിടികിട്ടുന്നത്. നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നാൽ ആദ്യമേ അത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ചേടാ അയ്യോ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആൻഡ് യു വിൽ റിഫൈൻ ആൻഡ് വിൽ ബി. അപ്പം നമുക്ക് എടെക് കമ്പനീസ് ധാരാളം വേണം. കാരണം നൗ വി ഹാവ് ദ കപ്പാസിറ്റി ടു ഡു എനി ടൈം എനിവെയർ ലേണിംഗ്. നമ്മുടെ ടോഡ് റോസിൻ്റെ ഒരു ബുക്കുണ്ട് എൻഡ് ഓഫ് ആവറേജ് എന്ന് പറഞ്ഞ്. നമ്മളൊരു കാറിൽ കയറുമ്പോൾ ആദ്യം ചെയ്യുന്നത്, പുതുതായിട്ട് ഫ്രഷ് ഡ്രൈവ് ചെയ്യാൻ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എന്താ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, ഹൈറ്റ് ചെയ്യും. അഡ്ജസ്റ്റബിൾ സീറ്റ് ഒരു വലിയ ഇൻവെൻഷനാണ്, എയറോസ്പേസിൽ നിന്ന് വന്നതാണ്. പക്ഷേ ദാറ്റ് മെയ്ഡ് ഷുവർ ദാറ്റ് സോ മെനി പീപ്പിൾ ക്യാൻ ഫിറ്റ് ഓൾമോസ്റ്റ് റൈറ്റ്ലി. ഈ ക്ലാസ് റൂമിലെ അഡ്ജസ്റ്റബിൾ സീറ്റ് എവിടെയാണ്? ഫ്രാങ്ക്ലിൻ്റെ സ്പീഡല്ല എൻ്റെ സ്പീഡ്. പല കാര്യങ്ങളിലും ഡിഫറെൻറ്റ് സ്പീഡായിരിക്കും, നമ്മുടെ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, വർക്ക് ചെയ്യുന്ന ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യാൻ ഓൺലൈൻ എഡ്യൂക്കേഷന് പറ്റും. ദ സ്റ്റുഡൻറ്റ് ദെയർ ബെസ്റ്റ് എനി ടൈം എനിവെയർ ദേ ക്യാൻ ഡു. ഫീഡ്ബാക്ക് കൊടുക്കുന്ന കാര്യം എനിക്ക് എപ്പോൾ വേണേലും കൊടുക്കാം, ഏത് ചാനലിൽ കൂടെ വേണേലും കൊടുക്കാം, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കാം. നിങ്ങൾ പറഞ്ഞ പോലത്തെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, പിയർ ഗ്രൂപ്പ് തന്നെ വന്ന് ചെയ്യുന്നു. പിന്നെ മൾട്ടി ഡയമെൻഷണൽ, ഇതിൽ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, അതുണ്ട്, പടമുണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്, എന്ത് വേണേലും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി. കോവിഡ് വന്നപ്പോഴാണ് ഈ പൊട്ടൻഷ്യൽ മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹാരി പോട്ടർ ബുക്ക് എഴുതാൻ ഒരു JK റോളിംഗ് മതി. ഹാരി പോട്ടർ സിനിമ എടുക്കണമെങ്കിൽ 900 പേരും പൈസയും ഒരുമിച്ച് വന്നാലേ എഫക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഇപ്പോൾ ഞാനും ഫ്രാങ്ക്ലിനും കൂടെ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും മതി. ഇതൊരു പോഡ്കാസ്റ്റ് ആക്കി വീഡിയോ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും പേര് വേണം, എഡിറ്റർ വേണം, ക്യാമറ വേണം, ലൈറ്റ് വേണം, ഇതെല്ലാം വേണം. അപ്പോൾ അത് ടീച്ചേഴ്സിനൊരു കൺസ്ട്രെയിൻ്റ് ആയിരുന്നു. ഫ്രാങ്ക്ലിൻ നന്നായിട്ട് ലെക്ചർ ചെയ്യും, പക്ഷേ കൊച്ചു സ്ക്രീനിലെ ഫ്രാങ്ക്ലിനെ ആരെത്ര ചെറിയ സ്ക്രീനിലാണ് കാണുന്നതെന്ന് യു ഡോണ്ട് നോ. ബട്ട് നൗ AI ഹാസ് കം ഫോർ യുവർ റെസ്ക്യൂ. വളരെ സിമ്പിളായിട്ട് പവർഫുൾ വീഡിയോസ് ഉണ്ടാക്കാം, അനിമേഷൻസ് എടുക്കാം, എൻ്റെ എഡിറ്റിംഗ് ഫാസ്റ്റായി. ഇത് ഇനി ടീച്ചേഴ്സ് ഉപയോഗിക്കണം. അപ്പം മ്യൂലേണിൻ്റെ ആർട്ട് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ ഇപ്പോൾ July 5 ലോഞ്ച് ആവും, September 5 വരെ ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൽ വി ആർ എൻകറേജിങ് ടീച്ചേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള AI ടൂൾസൊക്കെ എടുത്തു വെച്ച് ക്രിയേറ്റ് ന്യൂ ലെസൺ. അപ്പോൾ ഐ തിങ്ക് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. ഇത്രയും ഡൈവേഴ്സ് കൺട്രിയാണ്, ഇത്രയും ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോഴും ഇവിടെ കാട്ടാക്കടയിൽ നിന്ന് തന്നെ പഠിക്കാൻ ഉള്ള ഇതില്ലാതെ, സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളുടെ കേസുകൾ നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടല്ലോ ട്രിനിറ്റി. അങ്ങനെ അല്ല, അപ്പോൾ അതിന് പോലും അഫോർഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിംഗ് വാസ് നോട്ട് ഡൺ പ്രോപ്പർലി. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെ പോലെ തന്നെ കഴിവുകളുള്ള മനുഷ്യരാണെന്ന് മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം എഡ്യൂക്കേഷൻ. അപ്പോൾ അത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല ടീച്ചർമാരുടെ ലെക്ചേഴ്സ് നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ അതിൽ ഫ്രാങ്ക്ലിൻ നേരത്തെ പറഞ്ഞ പോലെ മരിക്കുന്നവരെ എൻ്റെ ലെക്ചേഴ്സ് ആൾക്കാർ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞാൽ, നൗ യു ആർ ടീച്ചിങ് ഫോർ എവർ. ഫ്രാങ്ക്ലിൻ്റെ ഒരു ലെക്ചറോ എൻ്റെ ഒരു ലെക്ചറോ കേട്ട് ചിലപ്പം ഈ കൽക്കിയുടെ ഡേറ്റിലായിരിക്കും ഒരാൾ ഇൻസ്പയർഡ് ആവാൻ പോകുന്നത്, ബിക്കോസ് ഇറ്റ് വിൽ ബി ആർക്കൈവ്ഡ് ആൻഡ് കെപ്റ്റ്. സോ വി നെവർ നോ who resonates with us. So each teacher is important, each learner is important. അതിലോട്ടാണ് ഇനി പോകുന്നത്. അതുകൊണ്ട് കമ്പനികൾ വരണം. അതെ സർ, അതേപോലെ കുട്ടികൾ അത് അറിഞ്ഞിരിക്കണം, എനിക്ക് വളരെ നിർബന്ധമാണ്. അതായത് ഞാൻ കോളേജ് വന്ന സമയത്ത് എന്നെ ഇൻസ്പയർ ചെയ്ത വേറൊരു പേഴ്സണാലിറ്റിയാണ്, നമുക്കറിയാം, ഡോക്ടർ തോമസ് അലക്സാണ്ടർ സാർ. തോമസ് അലക്സാണ്ടർ സാറിന്റെ സ്റ്റോറി അത് ട്രിനിറ്റിയിൽ പഠിച്ച എല്ലാവർക്കും ഏകദേശം അറിയാം, പക്ഷെ അത് കേരളം അറിയാം. അതായത് നമ്മുടെ സ്റ്റുഡൻസ് അവർ KTU ആണ്. ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഡോക്ടർ തോമസ് അലക്സാണ്ടറിന്റെ സ്റ്റോറി, സാറിന്റെ സ്റ്റോറി എന്തായാലും സാർ എല്ലാവരും കേൾക്കണം. സോ ആ സ്റ്റോറി ഒന്ന് പറയാമോ? ഇതിൽ സാറിനെ ആദ്യമായിട്ട് നമ്മൾ ട്രിനിറ്റി കോളേജ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ട സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വിഷൻ നമുക്ക് എങ്ങനെയായിരിക്കണമെന്ന് എഴുതി തരാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിൾ വിഷനായിരുന്നു, റൺ ആൻ എഞ്ചിനീയറിംഗ് കോളേജ് ലൈക്ക് എ മെഡിക്കൽ കോളേജ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലാണല്ലോ, അവിടെ രോഗികൾ വരുന്നു. കഴിഞ്ഞ ജനറേഷനിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസിങ് ഡോക്ടേഴ്സാണ് അടുത്ത ജനറേഷനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസിങ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് ആ കോളേജിൽ കൊണ്ടുവരണം, എന്നിട്ട് സ്റ്റുഡൻസും ഫാക്കൽറ്റി ഒരുമിച്ച് സോർട്ട് ചെയ്യണം. ഇതായിരുന്നു നമ്മുടെ ഓൺലൈൻ ഐഡിയ. അപ്പോൾ സാറ് അടൂർ ആനന്ദപ്പള്ളിയിൽ ജനിച്ച ഒരാളായിരുന്നെങ്കിലും ഹി വാസ് വെരി ഗുഡ് ഇൻ മാത്തമാറ്റിക്സ്. സോ ഹി വാണ്ടഡ് ടു ട്രൈ എഞ്ചിനീയറിംഗ്. അതിന് സാർ അന്ന് കണ്ടുപിടിച്ചു. ബാംഗ്ലൂർ രാമയ്യ കോളേജ് വളരെ നല്ല ട്രെയിനിങ് ആണ്, അന്ന് 5 ഇയർ എഞ്ചിനീയറിംഗ്. ആൻഡ് നൗ റീസെൻ്റ്ലി ഗോട്ട് അവാർഡഡ് ബെസ്റ്റ് അലൂമിനി അവാർഡൊക്കെ കിട്ടി അവിടെ പോയി. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൻ്റെ തിളപ്പിലൊക്കെ കൂടെ ബിക്കോസ് ഓഫ് സം റീസൺസ് പുള്ളിക്ക് ലാസ്റ്റ് പരീക്ഷകൾ ഒരുമിച്ച് എഴുതി എടുക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് എപ്പോഴും മോട്ടിവേറ്റിംഗ് കഥയായിട്ട് പറയുന്നത്.
ഒരു വാശി പോലെ, അല്ലെങ്കിൽ കഴിവുണ്ട്, കോളേജ് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു 2 സെമസ്റ്റർ, അത് കഴിഞ്ഞ് യു കം ബാക്ക്, യു റൈറ്റ് എവറിത്തിങ് ആൻഡ് യു ക്ലിയർ എവറിത്തിങ്. ആൻഡ് സാർ എപ്പോഴും പറയാറുള്ള പോലെ സുഹൃത്തുക്കൾ നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും പഠിച്ചിരുന്നില്ല. കാരണം അവന്മാർ ഉറങ്ങാൻ സമയത്ത് ഞാൻ എഴുന്നേറ്റു, എന്നിട്ട് പിന്നെ ഞാൻ വെളുപ്പിനിരുന്ന് പകലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് ഹീ ഹാഡ് ദിസ് ഐഡിയ, ഐ ആം പ്രൊഫഷണലി ക്വാളിഫൈഡ്, സോ വൈ നോട്ട് സ്റ്റാർട്ട് ഗിവിങ് ജോബ്സ്. അതാണ് ബേസിക് ഐഡിയ. അല്ലാതെ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കായിരുന്നു ഒരുപാട് സ്ഥലത്ത്. ദാറ്റ് ബിക്കംസ് ദ ക്രക്സ് ഓഫ് ദ മോട്ടിവേഷൻ. കുറേ കൂടെ പേർക്ക് തൊഴിൽ കൊടുക്കുക, ഒരു എൻ്റർപ്രൈസ് ഉണ്ടാക്കുക, മുമ്പോട്ട് വരിക. അപ്പോൾ ഈ കഥ ഇവിടെ വരുമ്പോഴെല്ലാം സാറ് പറയാറുണ്ട്, അതാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡിസാർട്ടൻ്റ് ആവരുത്. ബിക്കോസ് യു മേ എവറി ടൈം, ഈ മറ്റേ കുതിരക്കുട്ടിയെ കാണാൻ വലിയ ഭംഗിയാണല്ലോ എന്ന് പറഞ്ഞ പോലെ, യുവർ സ്റ്റാർട്ടിങ് ഡേയ്സ് വിൽ ഓൾവേസ് ബി ഹംബിൾ ആൻഡ് ട്രബിൾഡ് ആൻഡ് സോ ഓൺ, ബട്ട് സ്റ്റിക്ക് ടു ഇറ്റ്. ഒരു സ്ഥലത്ത് കുഴിക്കുക, വെള്ളം കിട്ടും. പലയിടത്ത് ഓടാതെ ഓടി നടക്കാതെ സ്റ്റിക്ക് ടു ഇറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോലും എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിലുള്ള ഒരു കമ്പനിക്ക് അകത്തിരുന്നാണ്. അത് നമ്മുടെ തോമസ് അലക്സാണ്ടർ സാറിന്റെ കമ്പനി അല്ലദ്രക് എന്ന് പറയുന്നത് മസ്കറ്റിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തോമസ് അലക്സാണ്ടർ സാറിന്റെ കമ്പനിയാണ് സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനി ഇൻ മസ്കറ്റ്. ആൻഡ് അതിന്റെ തന്നെ ഒരു ഓഫീസ് ഞാൻ ആദ്യമായിട്ട് സാർ ഇതിന്റെ അകത്ത് കയറുന്നത്. ഞാൻ ഇതുവരെ ഇതിന്റെ അകത്ത് കയറിയിട്ടില്ല. ഞാൻ കോളേജിൽ വരും, കാരണം ഇത് ഹൈ സെക്യൂരിറ്റി ഒക്കെയാ, അപ്പൊ ഇന്നത് കയറാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു കമ്പനി ഞാൻ പഠിച്ച കോളേജിന്റെ അകത്ത് ഉണ്ടെന്ന് അറിയുന്നത്, അകത്ത് ഇന്റീരിയർ അറിയുന്നത് ഞാൻ ഇന്നലെയാണ്. വളരെ അടിപൊളിയാണ്, നല്ല രസമായിരുന്നു. അല്ല, ഇത് ഫ്രാങ്കിൽ പഠിച്ച കാലത്ത് ഇതില്ല, 2000 വന്നത്. ഇപ്പൊ അങ്ങനെ ഹൈ സെക്യൂരിറ്റി ഒന്നും ഇല്ല. നമ്മൾ കുട്ടികളെല്ലാവരും കൊണ്ടുവരാറുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് 50-60 എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ് ആവുന്നത്. ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയേഴ്സ് ഡു. അതേപോലെ ഇതിൻ്റെ അകത്തൊരു ഡിസിപ്ലിൻ എങ്ങനെ വരണം, റിപ്പോർട്ടിംഗ്, പഞ്ചിങ് ഇൻ, പഞ്ചിങ് ഔട്ട്, അതെല്ലാം അവർ കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് മോട്ടിവേറ്റിംഗ് ദം. കാരണം ഇവിടെ തന്നെ ഇന്റേൺഷിപ്പിന് കയറാം, ട്രെയിനി ആയിട്ട് കയറാം, സ്വന്തം ക്യാമ്പസിൽ തന്നെ വർക്ക് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അതായിരുന്നു മെയിൻ, അതായത് ബ്രിങ് ഇൻഡസ്ട്രി ടു ക്യാമ്പസ്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള ഹാസ് എ പോളിസി ദറ്റ് യു ഷുഡ് എൻകറേജ് മോർ ഇൻഡസ്ട്രീസ്. ചിലർ ഇൻഡസ്ട്രിയൽ പാർക്ക് 1 ഏക്കർ സ്ഥലം മാറ്റി കൊടുത്ത് 15-20 കോളേജസ് ഹവ് അപ്ലൈഡ്. അപ്പോൾ ഇവിടെ എല്ലാ വൈസ് ചാൻസലർമാരും വന്നിരുന്നു, രാജശ്രീ മാഡം വന്നിരുന്നു, അയ്യൂബ് സാർ വന്നിരുന്നു, സജി സാർ വന്നിരുന്നു. അപ്പോൾ ഇവരിത് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ആ എന്താണ് ഡ്രാഫ്റ്റിങ്ങിൻ്റെ CAD ഏരിയയിൽ നിന്നാൽ യു ക്യാൻ സീ ദ കോളേജ് ക്ലാസ് റൂമിൽ നിന്നാൽ യു ക്യാൻ സീ ദിസ്, ആൻഡ് ദാറ്റ് ഈസ് സോ മോട്ടിവേറ്റിംഗ്. ചേട്ടനും ചേച്ചിയൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഈസ് വെയർ ഐ എം ഹെഡഡ് എന്നുള്ളത്. അപ്പോൾ ദിസ് വാസ് എ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആയിട്ട് എടുത്താൽ മതി വാട്ട് വി ഡിഡ്. ബട്ട് നൗ ഐ തിങ്ക് ലോട്ട് മോർ കോളേജസ് വിൽ ഡു ദിസ്. പല എഞ്ചിനീയറിംഗ് കോളേജസിൽ ഇപ്പം പ്ലേസ്മെന്റ്സിന് കമ്പനീസ് പോലും വരാറില്ല. പക്ഷേ ആ ഒരു സമയത്താണ് ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇവിടുത്തെ സ്റ്റുഡൻസിനെ നമ്മുടെ സ്വന്തം കമ്പനിയിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അത്രത്തോളം ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് ആ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രൊഡക്ടിവിറ്റി വലുതാകും എന്ന് പറയുന്ന ഗ്യാരണ്ടി അത് ഒരു ക്യാമ്പസിന് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഇപ്പോ അവർക്ക് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അല്ലദ്രക പോലെയുള്ള വലിയ കമ്പനിയിലേക്ക് എടുക്കുന്നത്. കാരണം ഇവിടെ ഫുൾ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ഈ 3 സമയം ഇതാണ് കൺസ്ട്രക്ഷനോട്. പല സൈബർ സെക്യൂരിറ്റി കമ്പനി ഉണ്ട്, അങ്ങോട്ട് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സും. സാറിന്റെ സൈബർ സെക്യൂരിറ്റി കമ്പനി ഉണ്ട്, സാറ് ADCIO സൈബർ സെക്യൂരിറ്റി കമ്പനീസ് ഉണ്ട്. അപ്പം ഇതേപോലുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഉള്ളത്. പക്ഷെ ഇത് പലർക്കും അറിയാം, പലർക്കും അറിയില്ല. പലരും എന്താ ബിടെക്കിന് വെറുതെ ഒരു ഡിഗ്രി ആയിട്ട് മാത്രം കണ്ടിരിക്കുന്നത്. എന്താണ് സാർ അതിന്റെ ഒരു അവസ്ഥ? മീൻസ് അത് ഒരു നല്ലൊരു ഇമ്പാക്ട് ആണ്. കാരണം ഇനി ഒരു 10ാം ക്ലാസ്, +1, +2 ഒക്കെ കഴിഞ്ഞ് കീം പോലുള്ള വലിയ എക്സാംസ് ഒക്കെ എഴുതി വരുന്ന കുട്ടികൾ ബിടെക്കിന് അതിൻ്റെത് വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്ന് കാര്യം എനിക്ക് വളരെ സംശയമാണ്. കാരണം അതിന്റെ ഒരു ഗ്ലോറിഫൈഡ് ബ്യൂട്ടി ഉണ്ട് ബിടെക്കിന്. പക്ഷെ അത് ആരും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ഡിഗ്രി എന്നുള്ള രീതിയിലായിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കാര്യം അല്ലാത്തവർക്ക് പോലെ ഒരു കമ്പനി നമ്മൾ ട്രസ്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ കാര്യം, ബിക്കോസ് വി നോ യു ഫോർ 4 years. അത് ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ ഈ ഇന്റേൺഷിപ്സ് വഴി KTU ഈസ് ഓൾസോ ഓഫറിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. 10 മിനിറ്റ് ഇൻ്റർവ്യൂവിൽ യു മേ ബി ഏബിൾ ടു ഡു മെനി തിങ്സ്, ബട്ട് ഡു യു ഹാവ് ദ കമ്മിറ്റ്മെൻറ്റ്, ദ ഗ്രിറ്റ് ടു സ്റ്റേ അറൗണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ ഗ്രോത്ത് സംഭവിച്ചത്. അപ്പോൾ ഇത് ആ 4 വർഷം ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ കമ്പനി വിൽ ബി ഹാപ്പി, സ്റ്റുഡൻറ്റ് വിൽ ഹാവ് കമ്പനി ലോയൽറ്റി. അപ്പോൾ ഈ ഒരു ഇൻ്റർപ്ലേ എൻ്റെ നടക്കുന്നുണ്ട്. ഈ വെറും ഒരു ഡിഗ്രി ആയി മാറിപ്പോയി എന്ന് പറയുന്നത് അത് ഞാൻ അടുത്തിടയ്ക്ക് വായിച്ചൊരു പേപ്പറിൽ ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ഉണ്ടായിരുന്നു. എൻജിനീയേഴ്സ് ആർ ദി അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ദ വേൾഡ്. എല്ലാ തരം ഇടപെടലുകളും എൻജിനീയറിംഗ് മോഡറേറ്റഡ് ആണ്, അല്ലേ? ഇപ്പം നിയമസഭയിലാണെങ്കിൽ പോലും, പാർലമെൻറ്റിലാണെങ്കിൽ പോലും മറ്റേ ഇലക്ട്രോണിക്കിലാണ് വോട്ട് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഇൻട്രാക്ഷൻസ് വാട്സാപ്പ് മോഡുലേറ്റഡ് ആണ്.
ഇത്രയും സാധനമൊക്കെ വെച്ച് എക്യുപ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഈ പോഡ്കാസ്റ്റും ഇനി ഇതിൻ്റെ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ. അപ്പോൾ എൻജിനീയറിങ് ഇടപെടാതെ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇപ്പം ഇല്ല. ഇത് മനസ്സിലാക്കാതെ, അതുകൊണ്ടാണ് ആർട്ടിസ്റ്റ് ആർ പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് AI കമ്മിങ്. അവർ എയുടെ മറ്റേ ട്രെയിനിങ് മോഡുകളൊക്കെ പോയിസൺ ചെയ്യുന്നത്, വിച്ച് ഇസ് കറക്റ്റ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാം. ബട്ട് എൻജിനീയറിംഗ് തൊടാത്ത ഒരു ജീവിത മേഖല ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ടെക്സസ് A&M നൗ ഹാസ് എ സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് മെഡിസിൻ. ഇപ്പം നീറ്റ് എഴുതിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡിജക്റ്റ് ആയിട്ട് വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, ഹെൽത്ത് കെയർ ഇലക്ട്രോണിക്സ് ഇസ് ദെയർ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിഷ്വലൈസ് ചെയ്തിരുന്നത്? സാർ, ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു കുട്ടി പറഞ്ഞു, ഞാനൊരു സർജനായിട്ടാണ്. ഓക്കെ, സർജനായിട്ട് എങ്ങനെ വിഷ്വലൈസ് ചെയ്തു? മറ്റേ ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്, എക്യുപ്മെൻ്റ് ഉണ്ട്, കുറേ മോണിറ്റേഴ്സ് ബീപ്പ് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ ടൂൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് എൻജിനീയറിംഗ് എന്തുമാത്രം ഉണ്ട്. ഓരോ ഇൻസ്ട്രുമെൻറ്റും ഈ ടൂൾസും നിങ്ങൾ നിൽക്കുന്ന ലൈറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എൻജിനീയറിംഗ് കോൺട്രിബ്യൂഷൻ അല്ലേ. സോ ആതുര സേവനമാണ് ഉദ്ദേശമെങ്കിൽ ബൈ ഓൾ മീൻസ് ഡു എൻജിനീയറിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്. അപ്പോൾ ഈ സിഗ്നിഫിക്കൻസ് മനസ്സിലാവുന്നില്ല പലർക്കും. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസറിനെയാണ് കാണുന്നത്, ഇൻസ്റ്റാഗ്രാമിനെ കാണുന്നില്ല. അത് ഓടുന്ന ആൻഡ്രോയിഡ് കാണുന്നില്ല, അതിരിക്കുന്ന സാംസങ് ഫോൺ കാണുന്നില്ല. ഇതെല്ലാം എൻജിനീയറിംഗ് ആണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡീപ്ലി വി ആർ ഇൻഫ്ലുവൻസിങ് ലൈഫ്സ്. ദെൻ യു ഫീൽ എ വാല്യൂ. ഞാനൊരു എൻജിനീയറാണ്, ഐ ക്യാൻ ബി സോ പ്രൗഡ്. ഈ റോഡ്, ബിൽഡിംഗ് എല്ലാം ഇരിക്കുന്നത് സം എൻജിനീയേഴ്സ് ഹവ് തോട്ട് ഇറ്റ് ത്രൂ. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആ എക്സൈറ്റ്മെൻറ്റ് ഫാക്കൽറ്റി ഷുഡ് കൺവേ. പഠിപ്പിക്കുന്നവർ തന്നെ ആ ത്രില്ലിങ് അത് സാധനം കൊണ്ടുവരണം. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം, ഫ്രാങ്ക്ലിൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനർജറ്റിക് ആണ്. അപ്പോൾ മിക്കവാറും എല്ലാം വന്ന് ഈ താങ്ങി തൂങ്ങി ഒരാൾ പറയുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും എഴുതി പാസ്സായി പോയാൽ മതി എന്നല്ലേ വിചാരിക്കും. ആ എക്സൈറ്റ്മെൻറ്റ് ഹാസ് ടു ബി ഇൻഫെക്ഷ്യസ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഇൻഫെക്ഷ്യസ് ഇൻഫ്ലുവൻസേഴ്സ് അക്കാഡമിഷ്യൻസ് വെർ ദെയർ ഫോർ മീ ആൻഡ് ഐ ഹാവ് മാനേജ് ടു ഇൻഫ്ലുവൻസ് സം ഓഫ് യു. ഇത്രയേ ഉള്ളൂ. അതാണ് അതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാര്യം. സർ, അതേപോലെ നമുക്ക് ഇപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് റെവല്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു നിലവിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് സാർ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലെങ്കിൽ ഇനിയിപ്പം അടുത്ത എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പ്രോഗ്രസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ബെറ്റർ ആക്കി നമുക്ക് മാറ്റാനായിട്ട് കഴിയും? ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ കണ്ടന്റ് വൈസ് നമ്മൾ ഭയങ്കര അടിപൊളിയാണ്. ഇതിൽ ഡെലിവറി പ്ലസ് വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതിലാണ് ഡിസാറ്റിസ്ഫാക്ഷൻ. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ. എല്ലാ പാർട്ടിക്കും പറയാൻ വേണം തൊഴിലില്ല. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു തൊഴിലങ്ങ് ചെയ്തുകൂടെ? ഇറ്റ് ഷുഡിൻ ബി കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. അപ്പോൾ ഈ ആസ്ക് നോട്ട് വാട്ട് ദ കൺട്രി ക്യാൻ ഡു ഫോർ യു എന്ന് പറഞ്ഞ പോലെ ഞാനൊരു പ്രൊഫഷണൽ ഡിഗ്രി കിട്ടി. ഈ എല്ലാവരും എൻജിനീയറിങ്ങിനെ പണ്ട് ചെണ്ട കൊട്ടുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, ആർക്കിയോളജി എടുത്തവരെല്ലാം ആർക്കിയോളജിസ്റ്റ് ആയോ, ഇക്കണോമിക്സ് എടുത്തവരെല്ലാം ഇക്കണോമിസ്റ്റ് ആയോ, പൊളിറ്റിക്കൽ സയൻസ് എടുത്തവരെല്ലാം അങ്ങനെ അത് ചോദിക്കുന്നില്ല. അവർ റാൻഡംലി ഏത് ജോബിലും പോയിക്കോട്ടെ. ബട്ട് ഇറ്റ്സ് കറക്റ്റ്. എൻജിനീയറിംഗ് എടുത്ത ആൾ എൻജിനീയറിങ്ങിൽ തന്നെ വർക്ക് ചെയ്യണം. അതിനുള്ള കഴിവും ഇത് എന്തിലാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പുറത്തു വരണം. ദെൻ ദിസ് ഹോൾ അൺഎംപ്ലോയബിലിറ്റി ഇഷ്യൂ വിൽ ബി അഡ്രസ്ഡ്. രണ്ടാമത്, ഈ അടുത്തിടയ്ക്ക് മരിച്ചുപോയ ഡാനിയൽ കാനിമാൻ, നൊബൽ പ്രൈസ് കിട്ടിയ ആൾ, സൈക്കോളജിസ്റ്റ്, ബിഹേവിയറൽ എക്കണോമിക്സ് ഫാദർ, he was asked what is the purpose of education. So he had a very beautiful answer which said, to change what I believe. Education is the capacity to change what I believe, which means you maintain such an open mind that unless it is a fact, you are open to all kinds of opinions and beliefs. അപ്പോൾ ഇത് ഫാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് മോഡൽ ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിൽ അവിടെ ഞാൻ ഹാപ്പിയാണ്. അല്ലാത്ത ഒപ്പീനിയൻസിൽ വി ഡോണ്ട് ഗെറ്റ് കോട്ട് അപ്പ്. വി ക്യാൻ ചേഞ്ച് ഇറ്റ് ഓൾ ദ ടൈം വെൻ ന്യൂ എവിഡൻസ് പ്രസൻസ് ഇറ്റ് സെൽഫ്. അങ്ങനെ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവരാനും ഇപ്പോഴത്തെ എഡ്യൂക്കേഷന് കഴിയുന്നില്ല. വി ആർ പുട്ടിങ് ബ്ലൈൻഡേഴ്സ്. ഞാൻ മറ്റേ എൻജിനീയറാണ്, അതുകൊണ്ട് കവിത എഴുതൂല, ഇങ്ങനെയുള്ള ചില ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഞാൻ സാഹിത്യം വായിക്കില്ല ബിക്കോസ് ഐ എം എൻ എൻജിനീയർ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ സ്റ്റുപ്പിഡിറ്റി ടു ദ കോർ. സോ ദോസ് തിങ്സ് വി ഹാവ് ടു ചേഞ്ച്. ഇപ്പോൾ കേരളത്തിലെ സ്കൂളിംഗ് സിസ്റ്റം വളരെ നല്ലതാണെന്ന് പറയുന്നത് കുട്ടികൾ എല്ലാത്തിലും എക്സ്പോസ്ഡ് ആയിട്ട് വരികയാണ്. അത് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിൽ വരുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ഓൾറൗണ്ടേഴ്സിനെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. യുനോ, വെരി ഹെൽത്തി ഹാപ്പി ഇൻഡിവിജ്വൽസ്. എനിക്ക് അത്ഭുതം തോന്നിയത് ആ ഒരു സാറ് പ്രാക്ടീസ് ചെയ്തു, അതിന്റെ ഒരു ഗുഡ്നെസ് മനസ്സിലാക്കിയിട്ട് ക്യാമ്പസിൽ ഒരു കളർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഒരു കളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോ സാർ എന്തായിരുന്നു സാറിന്റെ മനസ്സിൽ, അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കളർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എന്നാ പിന്നെ നമുക്ക് തല്ലുപിടി ഉണ്ടാക്കാനുള്ള ഒരു പഠിക്കാനുള്ള സ്ഥലമായി, അങ്ങനെ തോന്നൽ ആൾക്കാർക്ക് ഉണ്ടാവാം.
പക്ഷെ അതിലൊരു പോസിറ്റീവ് വേ ഉണ്ട്. അപ്പൊ സാർ എന്തുകൊണ്ടായിരിക്കും ഒരു കളർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കൊണ്ടുവന്നത് ഫോർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്? എന്തുകൊണ്ടായിരിക്കും? അല്ല, ഇപ്പോൾ ഏറ്റവും വലിയ കൺസേൺ എന്താണ്? എല്ലാവരുടെയും വെൽനെസ് ആണ് കൺസേൺ അല്ലേ? നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ സൂയിസൈഡ്, ഡിപ്രഷൻ റേറ്റ്, കോവിഡ് കഴിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ മാനസികാരോഗ്യം ഇത്രയും പുറകോട്ട് പോയി എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നു. അപ്പോൾ കേരളം പോലെ നമുക്ക് ഒത്തൻറ്റിക് ഒറിജിനലായിട്ട് മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ് എന്ന് പറഞ്ഞ്, ഇപ്പോൾ മാർഷ്യൽ ആർട്സ് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഷാവലിൻ ടെമ്പിളും മറ്റേ ബ്രൂസ്ലി പടമൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാ ഒറിജിൻ കളരിപ്പയറ്റായിരുന്നു. അപ്പോൾ കളരിപ്പയറ്റിനെ ഈ പറഞ്ഞ പോലെ തല്ലുകൂടലാണ്, ഗുണ്ടായിസമാണ്, ചട്ടമ്പിത്തരമാണ് എന്നൊക്കെ ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒബ്വിയസ്ലി സി വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ബാൻഡ് ഇറ്റ്, ബിക്കോസ് പഴശ്ശിരാജ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഫൈറ്റ് ബാക്ക് വാസ് ഹാപ്പനിങ് ഫ്രം കളരീസ്. അപ്പോൾ അവർ നാച്ചുറലി ബാൻ ചെയ്തു, ഇതുപോലെ ബാഡ് മൗത്ത് ചെയ്തു. അതിപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്ത്യക്കാർ മണ്ടത്തിനെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അൺബിലീവബിൾ തിങ്. സോ അതിൽ ഈ വെൽനെസ് എലമെൻറ്റ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ബോഡി ഓർ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ മൈൻഡ്, ഫിയർലെസ്നെസ്, എന്തിനേയും ഫേസ് ചെയ്യാനും മുമ്പോട്ട് പോകാനും ഉള്ളൊരു കപ്പാസിറ്റി, ഈ കാര്യങ്ങൾ മാർഷൽ ആർട്സിലൂടെ പറ്റും. യു വിൽ നെവർ ഫൈൻഡ് എ ട്രൂ മാർഷൽ ആർട്ടിസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു എ ഫൈറ്റ്. അത് ലോകത്തിന് മുഴുവൻ മനസ്സിലായൊരു ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഇൻ പാരലൽ ഫോർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഹൂ ആർ അപ്പാരൻ്റ്ലി കുറച്ച് പേർക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കാം, ഒരു സ്ട്രെസ് ബസ്റ്ററാണത്. കൂടാതെ ഇതിൻ്റെ അകത്തെ വെപ്പൺ സിസ്റ്റംസ് ഉണ്ടല്ലോ, അതിൽ നല്ല എഞ്ചിനീയറിംഗ് ആണ് നടക്കുന്നത്. ഉറുമി പോലൊരു സാധനം കേരളത്തിൽ നിന്നാണ് വുഡ് സ്റ്റീൽ, സൗത്ത് ഇന്ത്യയിലെ ആണ് ഉരുക്ക് എന്ന് പറയുന്ന വുഡ് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്, അത്രയും ഫ്ലെക്സിബിൾ സ്പോട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ കൾച്ചറൊക്കെ ഒന്ന് റീക്യാപ്ചർ ചെയ്യാം. അതും ഒരു എക്സൈറ്റിംഗ് വേയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് വെരി ഡൈനാമിക് ഫോർ സം പീപ്പിൾ. കളരി ഈസ് വെരി ഡൈനാമിക് യോഗ. അത് കണ്ടിട്ടാണ് നമുക്ക് ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൻറ്റർ ഫോർ കളരിപ്പയറ്റ് ആൻഡ് സിദ്ധ ട്രഡീഷൻ ഇവിടെ കിട്ടിയത് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഫണ്ടഡ് 2-year ഫണ്ടഡ് തിങ്. വി വർ ഓൾസോ ഡൂയിങ് റിസർച്ച്. സ്കൂൾ കുട്ടികളിൽ മാർഷൽ ആർട്സ് ട്രെയിനിങ് കൊണ്ട് എങ്ങനെ റെസിലിയൻസ് ബിൽഡ് ചെയ്യാം. യു വിൽ ഗെറ്റ് ബീറ്റൺ ബട്ട് യു കം ബാക്ക് അഗൈൻ. ആ റെസിലിയൻസ് കപ്പാസിറ്റി ആൻഡ് വി ഹവ് ഗോട്ട് സം വെരി ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ്. അത് അടുത്ത 2 മാസത്തിൽ നമ്മൾ ജേണലിൽ തന്നെ പബ്ലിഷ് ചെയ്ത് ഷെയർ ചെയ്യും. ആക്ച്വലി ഒരു സാധാരണഗതിയിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പൊ സാറ്, എനിക്ക് തോന്നുന്നു സാറ് അമേരിക്കയിലേക്ക് പഠിച്ചത് കൊണ്ട്, അനുഭവമൊക്കെ ഉള്ളത് കൊണ്ട്, തീർച്ചയായിട്ടും IIT അമേരിക്കയിൽ പഠിച്ചത് കൊണ്ടും ആണ് ഇത്രത്തോളം പ്രോഗ്രസീവ് ആയിട്ട് ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ചിന്തിക്കാൻ കഴിയുന്നതും. അപ്പൊ നിങ്ങൾ സാറിനെ പോലുള്ള ടീച്ചേഴ്സിന്റെ ഗൈഡൻസ്, സാറിന്റെ ലീഡിങ്ങിലായിരിക്കുമല്ലോ ബാക്കി ഫാക്കൽറ്റീസ് ഒക്കെ. അപ്പൊ ഇത്ര ഒരു ഗൈഡൻസ് കിട്ടുന്നത് കൊണ്ടാണ് ഇവിടുത്തെ സ്റ്റുഡൻസിന് ഇത്രത്തോളം പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുകയും അതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എല്ലാവരെയും പിടിച്ച് ഫസ്റ്റ് റാങ്ക് ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പലർക്കും പല കഴിവാണ്, അതിൽ അവർ ഷൈൻ ചെയ്യട്ടെ. ആരുടെയും കഴിവ് നമ്മൾ തല്ലിക്കെടുത്താൻ പോകരുത്. അറ്റ്ലീസ്റ്റ് ഈ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ പോലെ കുട്ടികളെ അവരുടേതായ രീതിയിൽ, ആ ഒരു ഏജ് ഗ്രൂപ്പാണല്ലോ 18 to 22, where you go through so many changes, you make new friends, you lose some friends, you lose some relationships. അതെല്ലാം കടന്നു വരുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് യു ആർ ഓൾസോ ലേണിംഗ് ന്യൂ സ്കിൽസ് ഗെറ്റിംഗ് ഇൻ. അപ്പോൾ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ ബാറ്റിൽ. അപ്പോൾ ഒരു വാറിയർ മൈൻഡ് സെറ്റ് തന്നെ ഇതിന് വേണം. അതാണ് വീണ്ടും കളരിപ്പയറ്റിൻ്റെ കാര്യം പറയാൻ കാര്യം. അപ്പോൾ കളരിപ്പയറ്റ് പോലൊരു ആയോധന കലയെ തറലി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ സംസാരിക്കുന്നത്. വൂഷു പഠിക്കാൻ പറഞ്ഞാൽ ഓടിപ്പോയി പഠിക്കും. ഇപ്പം പുറത്ത് അക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾക്കൊരു വിലയില്ല. എനിക്ക് പുറത്ത് പോയിട്ട് വന്നതുകൊണ്ടാണ് വിലയുള്ളത് എന്ന് വെച്ചാൽ മനസ്സിലായി. നമ്മുടെ റൂട്ടഡ്നെസ് വേണമല്ലോ. കോൺഫിഡൻസ് കംസ് ഫ്രം റൂട്ടഡ്നെസ്. നമ്മുടെ തന്നെ വേരുകൾ എവിടെയാണ്, അതിലുണ്ടായിരുന്ന നന്മകൾ എന്താണ്, ഇത് കണ്ടുപിടിച്ചെടുത്താലേ നമുക്ക് സ്വയം ഒരു വില വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളും മറ്റേ കോട്ട് സൂട്ടൊക്കെ ഇട്ട് മാക്സിമം അങ്ങനെ ഒരു രീതിയിൽ നടക്കും, നോട്ട് ടു ദ കോർ. അപ്പോൾ അതും കൂടി ഇതിനകത്തുണ്ട്. ഐ വോണ്ട് ഓൾ മൈ സ്റ്റുഡൻസ്, ദ ലെവൽ ഓഫ് എഞ്ചിനീയറിംഗ് ദേ അച്ചീവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഐ വോണ്ട് ദം ടു ബി ഒത്തൻറ്റിക് സെൽഫ്സ്. അവരുടെ ഒരു സിൻസിയർ ഓണസ്റ്റ് സെൽഫായിരിക്കണം അവർ ലൈഫിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, മുമ്പോട്ട് പോകേണ്ടത്. ആ ഒരു കോൺഫിഡൻസിനാണ് നമ്മൾ മാക്സിമം വാല്യൂ. അത് ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് വന്ന സമയത്ത് എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാ. ഇയർ ഔട്ട് ആണെന്ന് പറഞ്ഞ് അന്ന് മാനേജ്മെന്റ് മുഴുവൻ എന്നെ പുറത്താക്കി വന്നപ്പോ സാറിന്റെ അടുത്ത് വന്ന സമയത്ത് സാറ് പറഞ്ഞു, സാർ എനിക്ക് ചാൻസ് തന്നത്. ആക്ച്വലി സാർ, ഞാൻ എപ്പോഴും അത് സ്റ്റുഡൻസിനോടും പറയും, ഞാൻ എന്റെ ടീം മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, സാർ അന്ന് എനിക്കൊരു ചാൻസ് തന്നില്ലായിരുന്നെങ്കിൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന് 8 കമ്പനി ഉണ്ടാവില്ല.
അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് KT സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് ഒരാൾ ഉണ്ടാവുമായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് ഒരുപാട് പേർക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ട്. കാരണം വി ഹാവ് സം സോഷ്യൽ കൺസ്ട്രെയിൻറ്റ്സ് ഇല്ലേ. ഇപ്പം എല്ലാം ഇല്ലീഗലിൻ്റെ അല്ല, സം റൂൾസ് ആർ റൂൾസ് ഇറ്റ്സ് ഡു നോട്ട് ബി ബ്രോക്കൺ. ബട്ട് എവിടെയൊക്കെ റൂൾസിൽ നമുക്ക് ഇടപെടാമോ, മാനുഷികമായിട്ട് കാണിക്കാമോ, അവിടെ എല്ലാം നമ്മൾ ഇടപെടണം, വിച്ച് ഈസ് ഓൾസോ എക്സ്പെക്റ്റഡ് ആസ് പാർട്ട് ഓഫ് ദ റൂൾസ്. അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഒരു വലിയ അവസരമാണ്. അപ്പോൾ അത് തന്നെ അല്ല, ഫ്രാങ്ക്ലിനെ എനിക്ക് പേഴ്സണലി അറിയാം. എന്തിനാണ് വെറുതെ ഫ്രാങ്ക്ലിൻ്റെ ഒരു വർഷം കളഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, പക്ഷെ ഒരു ചാൻസ് തന്നാൽ ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ടു യു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് അത് വരുന്നത്. ഒരുപാട് ഇതുപോലത്തെ കഥകളുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് സപ്ലി കിട്ടിയപ്പോ പോലും സാറിനെ സപ്ലിയുടെ പേരും പറഞ്ഞ് എന്റെ ചോദിക്കുകയോ എന്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് ഇവൻ സപ്ലിയാണ്, ഇവനെ കൊണ്ടുവന്നും പറ്റാത്തവനെ കൊള്ളാത്തവൻ സാറ് പറയുകയോ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സ് അത് പറയും, ഇങ്ങനെ ഇവൻ പഠിക്കണം, ഇവനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ സപ്ലിയുടെ കാര്യം ഇന്നുവരെ സാറ് ആരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, എന്നോടും പറഞ്ഞിട്ടില്ല. അപ്പൊ സാറിന് അത് ഓരോ മൈൻഡ് സെറ്റിലുള്ളതാണല്ലേ? അപ്പം അതായത് അല്ല, സി, നിങ്ങളുടെ ഭാവിയിൽ വലിയ തീരുമാനങ്ങളൊക്കെ ഞാൻ ആരാണ്? അതാണല്ലോ സപ്ലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണ്? ടു ഗിവ് യു എ സെക്കൻഡ് ചാൻസ്. അതായത് ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉടനെ റൈറ്റ് ഓഫ് ചെയ്ത് നാട്ടിൽ നിന്ന് പുറത്താക്കാനല്ലല്ലോ. സപ്ലി ഉണ്ടാക്കിയിരിക്കുന്നതേ സെക്കൻഡ് ചാൻസാണ്. സെക്കൻഡ് ചാൻസിന് പഠിച്ചു വന്ന് എഴുതി പോകുന്ന ആൾ ഈക്വലി മിടുക്കനാണ്. കാരണം ഒരു തോൽവിയിൽ നിന്ന് പഠിച്ച് ആണ് പുള്ളി വന്ന് ചെയ്യുന്നത്. സോ ആസ് ലോങ് ആസ് സപ്ലൈ സിസ്റ്റം ഇസ് ദെയർ, ലെറ്റ് പീപ്പിൾ ടേക്ക് ഇറ്റ്. അല്ലേ? ഇപ്പം 4 വർഷം കൊണ്ട് ബിടെക് കിട്ടണമെന്ന് പറയുന്നത് നല്ലതാണ്, യു ഡു ഇറ്റ്. പക്ഷേ ചിലപ്പോൾ ചില ആൾക്കാർക്ക് 5 വർഷം എടുത്തേക്കാം. ദാറ്റ് ഡസൻറ്റ് മീൻ ദെയർ എനി ലെസ് എഞ്ചിനീയർ. ഇവരായിരിക്കാം വലിയ കമ്പനി, നേരത്തെ അലക്സാണ്ടറിൻ്റെ കഥ പറഞ്ഞ പോലെ ഇവരായിരിക്കാം വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബിക്കോസ് ദേ തറലി വെൻ ത്രൂ എ പ്രോസസ്. അവരുടെ സ്വയം ഫൈറ്റാണ്. ആദ്യത്തെ എക്സാമിന് യു ആർ ഫൈറ്റിംഗ് വിത്ത് എവറിബഡി. സപ്ലി വരുമ്പം സ്വയം തന്നെ മോട്ടിവേറ്റഡ് ആയി വന്ന് പഠിച്ച് കണ്ട്, ദാറ്റ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സപ്ലി ഒരു വലിയ വാക്കാണ് സർ. കാരണം നമ്മൾ ലൈവിന്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് സപ്ലിയെ കുറിച്ചൊരു മോട്ടിവേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. 373K, അതായത് 3,73,000 കുട്ടികൾ അത് കണ്ടിട്ടുണ്ട്, അത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30,000 ഷെയർസ് അതിൽ പോയിട്ടുണ്ട്. അപ്പൊ സപ്ലി എന്ന് പറയുന്ന വാക്ക് ഒരുപാട് പേര് പേടിക്കുന്ന ഒരു വാക്ക്. കഴിഞ്ഞ S1 റിസൾട്ട് വന്ന ശേഷം ഒരുപാട് കുട്ടികൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് തന്നെ വിളിച്ചിരുന്നു. അതായത് സപ്ലി ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ പാരന്റ്സ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥയിലുള്ള കുട്ടികൾ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും വേണ്ട, വണ്ടി കയറി ഇങ്ങോട്ട് പോലെ കോഴിക്കോടേക്ക് പോലെ എന്റെ അടുത്ത് വാ, ഇങ്ങോട്ട് വന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാരന്റ്സ് പോലും സപ്ലി എന്ന് പറയുന്നത് ഒരു വെറുക്കപ്പെട്ട ഒരു വാക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഈ തോൽവി, ഫിയർ ഓഫ് ഫെയിലിയർ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളെല്ലാം പഠിച്ചത് നമ്മുടെ ഫെയിലിയേഴ്സ് എന്നാണല്ലോ. അതുമല്ല എഞ്ചിനീയറിംഗിൽ വെൻ യു ഡു തിങ്സ് വിൽ ഫെയിൽ. സ്പോർട്സ് അതാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടത് ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ IIT കിട്ടി പോകുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 96 വരെയൊക്കെ നമ്മൾ എല്ലാത്തിനും ടോപ്പറാണ്, ഭയങ്കര മാർക്ക്, 90 താഴെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അവിടെ ചെന്ന് ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ 0, 1 കിട്ടും. അപ്പോൾ അതിലിങ്ങനെ ഞെട്ടി പകച്ച് നിൽക്കാൻ. പക്ഷെ അന്ന് നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. വീട്ടുകാരുടെ ഒക്കെ പറയും 0 കിട്ടി, 1 കിട്ടി. അപ്പം പറയുന്നതിന് ആ പരീക്ഷയൊക്കെ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതിയില്ല, മാർക്ക് പറയാതെ പോകുന്നത്. പക്ഷെ ദെൻ യു റിയലൈസ് എങ്ങും എത്തിയിട്ടില്ല. അപ്പം സപ്ലി ഈസ് എ പേഴ്സണൽ ഇൻഡിക്കേറ്റർ. ഇറ്റ് ഈസ് നോട്ട് എ ജഡ്ജ്മെൻറ്റ് ഓൺ യുവർ ക്യാരക്ടർ. ഇറ്റ് ഈസ് നോട്ട് എ സോഷ്യൽ ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ പഠിച്ചെടുത്ത് വന്ന രീതി ശരിയായില്ല, ഒരിക്കൽ കൂടെ വന്ന് അറ്റൻഡ് ചെയ്യും. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതെ, ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട് ആക്ച്വലി കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇതില് സങ്കടകരമായ അവസ്ഥ വെച്ചാൽ ചില ടീച്ചേഴ്സ് പോലും അവരെ മാനസികമായിട്ട് തളർത്തു എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളൊന്ന്. ടീച്ചേഴ്സിന് പ്രഷർ ഉണ്ടല്ലോ, അവർക്ക് പാസ് പെർസെൻറ്റേജ് വേണം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പോകണം. ഇവിടെ വർക്ക് വെരി വെരി ഹാർഡ് ടു ഗെറ്റ് സംതിങ്. പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ കസ്റ്റമൈസ്ഡ് ടീച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൺലൈൻ ഇരിക്കുമ്പോൾ ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് ഒന്നും ഇല്ലല്ലോ, എല്ലാവരും ഒരേ രീതിയിൽ ഇരിക്കുന്നു. മറ്റത് അങ്ങനെയല്ല, ബാക്കിൽ പോയിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അറ്റൻഷൻ കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇതുപോലത്തെ കമ്പനീസ് ലെറ്റ് ദം കം ആൻഡ് ലെറ്റ് ദം പ്രൊവൈഡ്. അപ്പോൾ അത് ടീച്ചേഴ്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. നിനക്കിത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ടേക്ക് ഹെൽപ്പ് ഫ്രം ദിസ് വീഡിയോ, ദാറ്റ് വീഡിയോ, അത് പറയാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ഒരു യൂസും കൂടെ നമുക്ക് സപ്ലൈ ഇല്ലാത്തൊരു ലോകത്തേക്ക് പോവാം. ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഹെൽപ്പ് കിട്ടി. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചു. ആക്ച്വലി നമ്മൾ ഇത്ര ലോങ് ആയിട്ട് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ആക്ച്വലി 10 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞു വന്നതാ. അപ്പോ പക്ഷെ ഇരുന്ന് സംസാരിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം
ഇത് എന്തുകൊണ്ട് ഡോക്ടർ എഡ്വിൻ സുരേന്ദ്രൻ സാർ എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം ഇത്രത്തോളം ഒരു എന്താ പറയാ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സൺ, അയാളുടെ ഐഡിയോളജീസ് എന്തായാലും സ്റ്റുഡൻസിലേക്ക് എത്തണം സർ. അതുകൊണ്ടാണ് ആക്ച്വലി സാറിന് അത് വന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ കൂടെ ഇത്രയും സംസാരിക്കുന്നത്. പഠിച്ച സമയത്ത് ഇത്ര നേരം സംസാരിച്ചിട്ടൊന്നുമില്ല ആദ്യം. പക്ഷെ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ വലിയ വലിയ മീൻസ് നല്ല ഐഡിയോളജീസ് ഉള്ളവർ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സംസാരിച്ച് ഇരുന്ന് പോയി. അപ്പൊ എന്തായാലും വീഡിയോക്ക് ലെങ്തും കൂടും. അപ്പൊ എനിവേ നന്നായിട്ട് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ഓക്കെ, ഇത് വേറെ എവിടെയൊന്നും നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എല്ലാവരും ഉൾക്കൊള്ളുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോ മുമ്പോട്ടുള്ള സെമസ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ച് മുമ്പോട്ടുള്ള ജനറേഷൻ അടിപൊളിയാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.